So today we'll be studying about basic English grammar. Okay? So ഗ്രാമറിനെ കുറിച്ച് നമ്മൾ ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക എന്താണെന്ന് ഗ്രാമർ അതൊക്കെ ഒന്ന് പഠിച്ചു പോയേക്കാം. ഓക്കെ, സോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ലൈക്ക് ബേസിക്കലി ലൈക്ക് വാട്ട് ഈസ് ദി ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആൻഡ് ഓൾ. ഓക്കെ, അറിയത്തില്ലാത്തവർ ഒന്ന് നോക്കിപ്പോക്കോ. ദർ ആർ 8 പാർട്സ് ഓഫ് സ്പീച്ച്: നൗൺ, pronoun, verb, adverb, adjective, preposition, conjunction and interjection. 8 parts of speech. ഇതൊന്ന് കുറിച്ച് വെക്കണമെങ്കിൽ കുറിച്ച് വെക്കുക. പക്ഷെ it is better that you by heart write down itself only. Usually words, they are divided into different kinds, especially classes called the parts of speech. Okay, ഇത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലാംഗ്വേജ് എന്നാ പറയുന്നത് ഇതിന്റെ ഗ്രാമറിന്റെ. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് ആ. ഇതില്ലാതെ നമ്മൾ പറയത്തില്ല ഒരു വീട് പണിയുമ്പോൾ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടല്ലോ, നമുക്ക് ഫൗണ്ടേഷൻ സ്റ്റോൺസ് വേണം. ഇതൊക്കെ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ. ഓക്കെ, ദീസ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, and there are 8 parts of speech, mainly noun, pronoun, verb, adverb, adjective, preposition, conjunction and interjection. ഓർത്ത് വെച്ചോണേ. ഓക്കെ, നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പോയേ പറ്റൂ. ഓക്കെ, now next, what is noun? നോക്കിക്കേ, a noun is a word used as the name of a person, place or thing. Like നോക്കിക്കേ, കൊൽക്കത്ത is in ഹൂഗ്ലി. ഞാൻ അന്ന് ബോൾഡ് ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെ നൗൺ. നിങ്ങളോടൊരു സെന്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നൗൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്ത. ഓക്കെ, the rose smells sweet. Noun is a name of a person, place or thing. എന്ത് വേണമെങ്കിലും. എടുത്ത ആദ്യമേ പ്ലേസ് ആണ് കൊൽക്കത്ത. ഓക്കെ, രണ്ടാമത്തെ റോസ്, ഇറ്റ്സ് തിങ്. ഓക്കെ, എന്തെങ്കിലും സാധനത്തിന്റെ പേര്, ഒരു ഫ്ലവറിന്റെ പേര്. The sun shines bright. Is courage won in honor. ഓക്കെ, സോ the word things include objects ആകാം, എന്ത് വേണമെങ്കിലും പല കാര്യങ്ങളും ആകാം. ഓക്കെ, പേര്, സ്ഥലം, തിങ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ നൗണിനാണ് വരുന്ന. ഓക്കെ, സോ നൗൺസിനകത്ത് വരുന്ന നിങ്ങളൊന്ന് നോക്കിക്കേ ഏതൊക്കെയാണെന്ന്. അതൊരു നെയിം, പ്ലേസ്, ആനിമൽ, തിങ്. ഓക്കെ, അത് നിങ്ങൾ ഒന്ന് നോക്കിക്കോണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് എന്നോട് ചോദിച്ചോണം. ഇതൊക്കെ നോക്കിക്കോണം, തെറ്റിച്ചേക്കല്ല, നാളെ പറഞ്ഞേക്കല്ലേ നൗൺ അറിയത്തില്ലെന്ന്. കേട്ടല്ലോ, നൗൺ അറിയത്തില്ലെന്ന് നാളെ പറഞ്ഞേക്കല്ലേ. ഞാൻ എന്തായാലും ലാസ്റ്റിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഇടും. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് എന്നോട് പറയണം. ഓക്കെ, ഏതിന്റെ ആൻസർ ഏതാണെന്ന്. Now, moving on to the next slide. Noun പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നൗണിനകത്ത് തന്നെ പലതരമുണ്ട്. ഓക്കെ, നൗണ് തന്നെ പലതരമുണ്ട്. കോമൺ നൗൺ ഓർത്തോണേ, നോക്കിക്കേ. കോമൺ നൗൺ ഫസ്റ്റ് വൺ. പ്രോപ്പർ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞാല് നമ്മൾ കോമൺ നൗൺ ഇറ്റ്സ് യൂസ് ടു റെഫർ ടു നോൺ സ്പെസിഫിക് പീപ്പിൾ, കോൺസെപ്റ്റ്, പ്ലേസസ് ഓർ തിങ്സ്. പ്രോപ്പർ നൗൺ റെഫേഴ്സ് ടു സ്പെസിഫിക് പീപ്പിൾ, കോൺസെപ്റ്റ്സ്, പ്ലേസസ് ഓർ തിങ്സ്. ഇനി ഇതന്നെ മിസ് പറയുന്നതിന് ഇനിയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ, നമ്മള് കോമൺ ആയിട്ട് സ്ഥലത്തിന് സിറ്റി എന്ന് പറയും. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, സിറ്റി ആകാം. ഓക്കെ, നേരെ തിരിച്ച് പ്രോപ്പർ നൗണില് ആ സിറ്റിയുടെ പേര് പറയണം. ഇപ്പൊ ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, സപ്പോസ് there are many students who come from കോഴിക്കോട്. ഓക്കെ, അത് സിറ്റിയുടെ പേര്, അത് വരുന്ന എവിടെയാ? പ്രോപ്പർ നൗണിലാണ്. മനസ്സിലായോ? പ്രോപ്പർ നൗണില് സിറ്റിയുടെ പേര് ഒരു കോമൺ ആയിട്ട് നമ്മൾ എന്ത് പറയുന്നു. ഓക്കെ, സിറ്റിയിൽ നമ്മൾ കോമണിൽ ഇട്ട് കഴിഞ്ഞാല് പ്രോപ്പറില് കറക്റ്റ് ആയിട്ട് ആ സിറ്റിയുടെ സ്ഥലം വന്നിരിക്കും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ തരാം. കോമൺ നൗണിന്റെ എന്ത് വേണമെങ്കിലും ആകാം. പ്ലേസ് ആകാം, തിങ് ആകാം, കോൺസെപ്റ്റ് ആകാം. കണ്ടോ, ഇപ്പൊ പ്ലാനറ്റ് പറയുന്നു. ആരെങ്കിലും ഒരു എക്സാമ്പിൾ പറയോ പ്രോപ്പർ നൗണിന്റെ പ്ലാനറ്റിന്? ഫാസ്റ്റ്. ഇത് ബോറടിപ്പിക്കല്ലേ. നിങ്ങളും ബോറാവും, ഞാനും ബോറാവും. നിങ്ങൾ ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഞാനൊരു പ്ലാനറ്റ് പറയുന്നു. പ്രോപ്പർ നൗണിൽ എന്തൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നോട് ചാറ്റില്. എല്ലാവരും യു ഷുഡ് ബി വെരി മച്ച് ക്വിക്ക്. നിങ്ങൾക്ക് ചാറ്റിൽ വേണ്ട, നിങ്ങൾ വോയിസിൽ പറഞ്ഞു. ഇറ്റ്സ് ഓൾ അപ് ടു യു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുന്നു, പ്ലാനറ്റ്. അപ്പൊ പ്ലാനറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞേ നിങ്ങൾ പ്രോപ്പർ നൗണില്.
നോബഡി ഈസ് ദർ. ആരെങ്കിലും ഒരാൾ മെസ്സേജ് ചെയ്ത് എനിക്ക്. നെപ്റ്റ്യൂൺ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഒരു എക്സാമ്പിൾ. ഇനി ഞാൻ വേറെ ഒരെണ്ണം തരാം. മന്ത്. കോമൺ നൗണിൽ ഞാൻ മന്ത് പറഞ്ഞേ. അപ്പം പ്രോപ്പർ നൗണിൽ ഒരെണ്ണം പറഞ്ഞേ. ഏതെങ്കിലും മന്ത്, ലൈക്ക് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ആ, ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ കോമൺ നൗൺ എന്നാ പ്രോപ്പർ നൗൺ എന്താണെന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തീർത്തു പോവാം. ലാസ്റ്റിൽ സംശയം തീർക്കാൻ സമയമുണ്ട്. ബട്ട് മൈ റൂൾ ഇസ് ദാറ്റ് നിങ്ങൾ എന്റെ ഒപ്പം തന്നെ മനസ്സിലാക്കി പോകും. ഓക്കെ, സോ കോമൺ നൗൺ ഒരു സ്ഥലത്തായി, പ്രോപ്പർ നൗണായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടിയത് എന്താ? ഇത് രണ്ടും കഴിഞ്ഞ് അപ്പം നൗൺസിനകത്ത് തന്നെ നമ്മൾ പഠിച്ചു കോമൺ നൗണും ഉണ്ട്, പ്രോപ്പർ നൗണും ഉണ്ട്. നെക്സ്റ്റ് പറഞ്ഞ കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ. ഓക്കെ, അത് ഈസിയാ. എന്നാ കൗണ്ടബിൾ നൗൺ? തിങ്സ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്. അൺകൗണ്ടബിൾ നൗൺ എന്നായിരിക്കും? തിങ്സ് ദാറ്റ് കെ നോട്ട് ബി കൗണ്ടഡ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എണ്ണാൻ പറ്റുന്നതിനെ നമ്മൾ കൗണ്ടബിൾ എന്ന് പറയും. എണ്ണാൻ പറ്റുന്നതിനെ. ഓക്കെ, എണ്ണാൻ പറ്റാത്തതിനെ നമ്മൾ എന്നാ പറയും? എന്ത് പറയും? അൺകൗണ്ടബിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ പറയോ? പറ്റുമോ? എല്ലാം ഞാൻ തന്നാൽ സ്പൂൺ ഫീഡിങ് ആയി പോത്തില്ലേ? ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. നൗൺസ് വേണേ, വേറെ ഒന്നും തന്നേക്കല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ആപ്പിൾ. APPLE. ഓക്കെ, അപ്പം എണ്ണാൻ പറ്റൂലോ. ആപ്പിൾസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആകും. എല്ലാം അങ്ങനെ കൂടുതലായിട്ട് കുറെ ഇൻഡിവിജ്വൽ യൂണിറ്റും പ്ലൂറൽ യൂണിറ്റും എണ്ണാൻ പറ്റാത്ത കുറെ. എക്സാമ്പിൾ പറഞ്ഞ പെട്ടെന്ന്. നമ്മൾ കിലോ കണക്കിനൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ പറ്റത്തില്ലല്ലോ. പിന്നെ അൺകൗണ്ടബിളിനകത്ത് എത്ര ഉണ്ട്? മിൽക്ക്, വാട്ടർ. ഞാനിപ്പോ ആപ്പിളിനെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞ. നമുക്ക് പാൽ എണ്ണാൻ പറ്റൂ? ഇല്ല. വാട്ടർ എണ്ണാൻ പറ്റൂ? ഇല്ല. എയർ എണ്ണാൻ പറ്റൂ? ഇല്ല. ഇതെല്ലാം നൗൺസാ. വാട്ട് മീൻ? നിങ്ങക്ക് യെസ്, നമ്പർ ഓഫ് ബേർഡ്സ്. ഇപ്പൊ നമ്മള് കൗണ്ട് ചെയ്യാൻ നമുക്ക് ഒരു ബുക്ക്, 2 ബുക്ക്, 2 കാറ്, 3 കാറ്, 4 കാറ് ഇതേ കയ്യിൽ എണ്ണാൻ പറ്റും. ഓക്കെ, നേരെ വെച്ച് പാൽ എണ്ണാൻ പറ്റുമോ? ഇല്ല. വെള്ളം എണ്ണാൻ പറ്റുമോ? ഇല്ല. എയർ എണ്ണാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം പക്ഷെ എന്നാ നൗൺസാ. അത് ഓർക്കണം നിങ്ങൾ. ഓക്കെ, ഇപ്പം അത് മനസ്സിലായല്ലോ. കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന് കൗണ്ടബിൾ പറയും, കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ അൺകൗണ്ടബിൾ പറയും. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തോണേ. നമ്മളുടെ കൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഫോം ഉണ്ട്, പക്ഷെ അൺകൗണ്ടബിളിന് പ്ലൂറൽ ഇല്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. അപ്പൊ ഞാൻ ആദ്യമേ ആപ്പിളിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും അതിനെ അൺകൗണ്ടബിൾ ആക്കാവോന്നൊക്കെ. പക്ഷെ അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത് കൗണ്ടബിളിനകത്ത് പ്ലൂറൽ കാണും. ഓക്കെ, പക്ഷെ അൺകൗണ്ടബിളിനകത്ത് പ്ലൂറൽ ഇല്ല. എയർ, വാട്ടറിന് എവിടെ പ്ലൂറൽ ഉള്ളു? വാട്ടർസ് നമ്മൾ പറയത്തില്ലല്ലോ. മിൽക്സ് എന്ന് പറയത്തില്ലല്ലോ ഒരിക്കലും. അപ്പം അത്ര വരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ, ഗ്രേറ്റ്. എല്ലാവരും എന്നോടൊന്നും ഇപ്പം പറയണേ. എന്നോട് നിങ്ങൾ പഠിക്കാനുള്ള പിള്ളേരാ. യു ആർ aspiring students, so all should be interactive. Now, concrete noun refers to names we give to objects we can sense physically. അതെന്നാ സെൻസ് ഫിസിക്കലിന്റെ അർത്ഥം? നമ്മളെ 5 സെൻസസ് ഇല്ലേ, അതാ ഉദ്ദേശിച്ചത്. കണ്ണ്, ഐസ്, ഹിയറിംഗ്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്. ഇതാ 5 സെൻസസ് നമ്മൾ. അപ്പൊ നമുക്ക് എന്തൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും? ആരൊക്കെ പല സാധനത്തിനെ സെൻസ് ചെയ്യാം. ഇപ്പൊ ബുക്കിനെ സെൻസ് ചെയ്യാം, ഹൗസിനെ സെൻസ് ചെയ്യാം. അങ്ങനെ മനസ്സിലാവും. സെൻസ് ചെയ്യാൻ പറ്റുന്ന സാധനം അതിനെ പറയുന്ന കോൺക്രീറ്റ് നൗൺസ്. തൊട്ടാൽ അറിയാൻ പറ്റൂന്ന് പറയത്തില്ലേ, അതാ കാര്യം. കണ്ടാല് കാണാൻ പറ്റുന്നേ. ഓക്കെ, ഇതൊക്കെയാ പറയുന്നത് സെൻസസ്. ചെവി കൊണ്ട് കേൾക്കുക, നമ്മൾ പല കാര്യങ്ങളില്ലേ, ഇതൊക്കെ സെൻസസിനകത്ത് പറയുന്നേ കാര്യങ്ങളാ. ഓക്കെ, ടേബിൾ, പെൻസിൽ, ഇതൊക്കെ ഓബ്ജക്ട്സാ, നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നേ. ഓക്കെ, ഡോഗ്, ക്യാറ്റ്, ഇതൊക്കെ ലിവിങ് ബീങ്സാ. സ്ഥലങ്ങള്, ഹൗസ്, ഇതൊക്കെ. ഓക്കെ, അങ്ങനെ ഇതൊക്കെ കോൺക്രീറ്റ് തിങ്സ് എന്ന് പറയും. വി ക്യാൻ സെൻസ് ഫിസിക്കലി. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആബ്സ്ട്രാക്ട് നൗൺ. നമുക്കുള്ള തൊട്ടറിഞ്ഞ് പറയാൻ ഇതില്ലേ, ഇതൊക്കെ ഫീലിങ്സാ, ഉള്ളീന്ന് വരുന്നേ.
ഇതിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരാളുടെ വിഷമം ടച്ച് ചെയ്യാൻ പറ്റും? ഇല്ല, ഒരിക്കലും സാധിക്കത്തില്ല. പേടിനെ ടച്ച് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. Okay, so these are called abstract nouns that refers to things which we cannot sense physically. Okay, so abstract ഉം കോൺക്രീറ്റ് തമ്മിൽ ഇത്ര വ്യത്യാസമുള്ളൂ. കോൺക്രീറ്റിനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും ഓബ്ജക്ട്സിനെ, ആബ്സ്ട്രാക്റ്റിനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ് ഇസ് ലവ്, ഫിയർ, ട്രസ്റ്റ്, പേഷ്യൻസ്, എത്തിക്സ്, സോ ആൻഡ് ഓൺ. കോൺക്രീറ്റിൽ എല്ലാം വരും, നമുക്ക് തൊടാൻ പറ്റുന്ന എല്ലാ ഐറ്റത്തിനെ നമുക്ക് കോൺക്രീറ്റിൽ വരും. ഓക്കെ, ഗ്രേറ്റ്. ഇത്ര വരെ ഓക്കെ ആണോ? ഞാൻ ആദ്യത്തെ സ്ലൈഡ് വിട്ടു, ഒരു പ്രാവശ്യം കൂടി കാണിക്കും. ഇതൊന്ന് വായിച്ച മനസ്സിലെല്ലാവരും വൺസ് മോർ ഇത് വായിച്ചു സമാധാനത്തോടെ വായിച്ചാൽ മതി. ലാസ്റ്റ് ഞാൻ ചോദിക്കും ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ്. വായിച്ചെങ്കിൽ എന്നോട് പറയണം നിങ്ങള്, മിസ് വേറെ സ്ലൈഡ് വെച്ചോളാം. ഞാൻ വേറെ സ്ലൈഡ് വെച്ചു. ഇത് വായിച്ചോ? വായിച്ചു മിസ്. ഇനി ഇത് വായിച്ച്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. നൗൺ ഈസിയാ, നമ്മൾ ചെറുപ്പത്തിലെ തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്ന നെയിം, പ്ലേസ്, ആനിമൽ, തിങ്ങിനൊക്കെ കളിക്കാരും വരെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ തൊട്ട്, ഒരു പേപ്പറിനകത്തൊക്കെ വരച്ച്. ഇത് വ്യക്തമായിട്ട് ഇച്ചിരി എനിക്ക് മനസ്സിലായത് കുറച്ച് ഇച്ചിരി മനസ്സിലോട്ട് വെക്കാനുള്ള കോമൺ നൗൺ എന്നായിരുന്നു ഞാൻ പഠിപ്പിച്ചത്? റെഫർ ടു നോൺ സ്പെസിഫിക്. മൊത്തത്തോടെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയത്തില്ല, അതിനെ ഈ കോമൺ നൗൺ എന്ന് പറയുന്നത്. സിറ്റി, ഓക്കെ, നമ്മുടെ പ്ലാനറ്റ്, ബുക്ക്, മന്ത്, അങ്ങനെ കുറെ കാര്യങ്ങൾ, റിലിജൻ. പക്ഷെ ഇപ്പൊ പ്രോപ്പർ നൗൺ ആയാലും ഓരോത്തിനും ഓരോ സ്പെസിഫിസിറ്റി കൊടുക്കും. ഓക്കെ, മന്ത് ആണെങ്കിൽ നമ്മൾ ജൂലൈ പറയും, ബുക്ക് ആണെങ്കിൽ നമ്മൾ ബുക്കിന്റെ പേര് പറയും, പ്ലാനറ്റ് ആണെങ്കിൽ ജുപ്പിറ്ററോ നെപ്റ്റ്യൂണോ പലതും പറയും, സിറ്റി ആയാലും നമ്മൾ സിറ്റിയുടെ പ്ലേസ് പറയും, സ്പെസിഫിക് ആയിട്ട് പറയും. ഒരാളുടെ പേര് വെച്ചു സപ്പോസ് ചെയ്യാം, അങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, പേര് വെച്ച ആളുടെ പേര് പറയണം, കിങ് റിച്ചാർഡ്. ഓക്കെ, ഓർത്തോണേ. പിന്നെ എപ്പോഴും ഓർത്തണം, യൂഷ്വലി കോമൺ നൗൺസ് ഇല്ല, ലോവർ കേസ് ലെറ്റേഴ്സാ. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഫോംസിലാണ്, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ്ഡ് അല്ലായിരിക്കും യൂഷ്വലി. ഓക്കെ, നേരെ വെച്ച് പ്രോപ്പർ നൗൺസിലെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ്ഡ് ആണ്. ഓക്കെ, ഞാൻ ഒരു എക്സ്ട്രാ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ തരുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രോപ്പർ നൗണും കോമൺ നൗണും നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾക്ക് കാച്ചപ്പ് ചെയ്യാൻ. നിങ്ങൾ വായിച്ചു കഴിഞ്ഞെങ്കിൽ എന്നോട് പറയണം, യെസ് ഓർ നോ. എല്ലാവരും വായിച്ചോ? യെസ് മിസ്. ഓക്കെ, ഗ്രേറ്റ്. ഇനി നമ്മള് പ്രൂനൗണിലോട്ട് പോകും. പ്രൂനൗൺ എന്നാ? എ വേർഡ് ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മുടെ കൂട്ടത്തില് എല്ലാരും ഇല്ല, ലൈക്ക് ആർഷ ഉണ്ട്, റംസാൻ ഉണ്ട്, ഹനാൻ ഉണ്ട്, ഒരു കുട്ടിയും കൂടെ ഉണ്ട്, പരിചയപ്പെടുത്തിയിട്ടാണ് ആക്ച്വലി. ഓക്കെ, സോ ആർഷ, ഞാൻ എത്ര നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആർഷ വേർ ആർ യു ഗോയിങ്, ആർഷ എപ്പോഴും വരും, ആർഷ എപ്പോഴത്തേന് പോവും, ആർഷ എന്ത് കഴിച്ചു, അല്ലെങ്കിൽ ആർഷ വാട്ട് ആർ യു ഡൂയിങ്, ആർഷ വേർ ആർ യു ഗോയിങ്. അപ്പൊ അതിന്റെ പകരം ഞാൻ കുറെ നേരം യൂസ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പറയും? ആർഷ വേർ ആർ യു ഗോയിങ്. ഓക്കെ, ലൈക്ക് ഷീ ഈസ് ഫൈൻ, ഷീ ഈസ് ഗുഡ്. അപ്പൊ നമ്മൾ ആർഷാറി, കാരണം ഷീ ഈസ് എ ഗേൾ, നമ്മൾ അതുകൊണ്ട് അവിടെ ഷീ ഉപയോഗിക്കും. ബോയ് ആണെങ്കിലോ, റംസാൻ ആണെങ്കിൽ എന്ത് നമ്മൾ പറയും? ഹീന് പറയും. സോ a word used instead of a noun. തിങ് ആണെങ്കിൽ അവിടെ ഇറ്റിന് വരും, ഹീ, ഷീ, ഇറ്റ്. പ്ലൂറലിന് ദേനും വരും. ഓക്കെ, അത്ര ഓർത്തിരുന്നോളൂലോ. വേർഡ്സ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ, യൂഷ്വലി പ്രോനൗണ് ഹീ, ഷീ, ഇറ്റ്, ദേ.
ഇത് 4 യൂഷ്വലി വരുന്നത്. നമ്മുടെ ഇവർക്ക് ഫീമെയിൽക്ക് ഷീ വരും, മെയിലിന് ഹീ വരും, ഇറ്റ് തിങ്ങിന് വരും, പ്ലൂറലിന് ദേ വരും. വാട്ട് ഇറ്റ്? ഇത് കണ്ടോ, ജോൺ ഇസ് ആബ്സെന്റ് ബിക്കോസ് ജോൺ ഇസ് ഇൽ എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. ഹീ ഈസ് ഇൽ. എത്ര നേരം നമ്മൾ ജോനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും? ഇല്ല. അപ്പോ അവിടെ പ്രോണൗൺ ആരാ? ഇവൻ, ഹീ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തേക്കണ കണ്ടോ മിസ്? ബൈ ദ വേ, ഇപ്പൊ എന്റെ പേര് ഷിൻഡുന. ഷിൻഡു ഇസ് ആബ്സെന്റ് ബിക്കോസ് ഷിൻഡു ഇസ് ഇൽ എന്ന് പറയത്തില്ല, ബിക്കോസ് ഷീ ഇസ് ഇൽ. ഓക്കെ, നിങ്ങളുടെ മിസ്സിന്റെ പേര് ഷിൻഡുന. അപ്പം ഓർത്ത് വെച്ചോണം, ഷിൻഡു ഇസ് ആബ്സെന്റ് ബിക്കോസ് ഷിൻഡു ഇസ് ഇൽ എന്ന് പറയത്തില്ല, ഷീ ഇസ് ഇൽ. ഓക്കെ, ഇനി ഇത് കുറെ ഉണ്ട് എന്റെ പിള്ളേർ, ഈ പ്രോണൗൺസ്. ഒത്തിരി അല്ല, എല്ലാത്തിനും കുറച്ചുണ്ട്. പേഴ്സണൽ പ്രോണൗൺ, ദേ ആർ യൂസ് ടു റീപ്ലേസ് ദ നെയിം ഓഫ് എ പേഴ്സൺ ഇൻ എ സെന്റൻസ്. തൽക്കാലത്തെ നിങ്ങൾ അതൊന്ന് വായിച്ച്, ഞാനത് പറഞ്ഞുതരാം. പേഴ്സണൽ, ഡെമോൺസ്ട്രേറ്റീവ് ആൻഡ് ഇന്റർഗേറ്റീവ്. ഇതൊന്ന് വായിച്ച് സമാധാനത്തോടെ വായിച്ച്. കണ്ടോ, പേഴ്സണൽ പ്രോണൗൺസ് റെഫർ ടു ദി ആർ യൂസ് ടു റീപ്ലേസ് ദി നെയിം ഓഫ് എ പേഴ്സൺ ഇൻ എ സെന്റൻസ്. ഓക്കെ, അത് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഐ, യു, ഹി, ഷീ, ദേ, ഇറ്റ്. അതാ പേഴ്സണൽ പ്രോണൗൺ. അത് സിംഗുലർ ആകാം, ഐ. പ്ലൂറൽ ആകുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ദേ. ഓക്കെ, അത് ഓർത്തോളൂല്ലോ. ഞാൻ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. Demonstrative pronoun is used to refer to specific things and indicate their relative position. ഇപ്പം ദിസ് എന്ന് പറയത്തില്ല, ദിസ് ഇസ് മൈ, ഇത്, അത്, അതിനെ പറയുന്നയാ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ്. ഓക്കെ, ദിസ്, ദാറ്റ്. പിന്നെ നമ്മൾ ഒത്തിരി സാധനത്തിന് എന്നാ പറയുന്നത്? ദീസ്, ദോസ്, അത്, ഇത്. ഓക്കെ, അതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസിനകത്ത് വരുന്നത്. ഓർത്ത് വെച്ചോണേ. പേഴ്സണൽ പ്രോണൗൺസ് ഞാൻ പറഞ്ഞില്ലേ, ഹി, ഷീ, ഇറ്റ്. ഒരാളുടെ പകരം ഉപയോഗിക്കുന്നത്. ഓക്കെ, തിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇറ്റ, വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഹി, ഷീ, ഇറ്റ്, ദേ. നോ, പക്ഷെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്നാ? ദിസ്, ഇത്, അത്. ഓക്കെ, ദാറ്റ്, ദീസ്, ദോസ്. അതാ ഡെമോൺസ്ട്രേറ്റീവ്. നമ്മൾ റെഫർ ചെയ്യും ഇന്ന സാധനത്തിന്, സ്പെസിഫിക് തിങ്സ് ഓർ പൊസിഷൻ. ഓക്കെ, ഇപ്പം ദീസ് ആർ മൈ ഷൂസ്, ദോസ് ആർ ദി കുക്കീസ് ഐ മേഡ്. ഇന്ന സാധനമാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയത്തില്ലേ, അതാ. ഇനി ഇന്റർഗേറ്റീവ് എന്നാ? ദേ ആർ യൂസ് ടു ഇൻട്രൊഡ്യൂസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് തിങ്, പീപ്പിൾ ആൻഡ് ഓണർഷിപ്പ്. അപ്പം ഇതിപ്പോ നിങ്ങക്ക് എന്നാ, നമ്മളല്ലേ ഈ ഇന്റർഗേറ്റീവിന് ചോദിക്കുമ്പോഴേ ക്വസ്റ്റ്യനിങ് ആ. അപ്പൊ ക്വസ്റ്റ്യനിങ് വരുമ്പോൾ എന്നാ നമ്മളെ മനസ്സിലാദ്യം? ഹൂ, ഓക്കെ, ഹൂം, വിച്ച്, വാട്ട്. എപ്പോഴും ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ല WH വെച്ചേ തുടങ്ങത്തുള്ളൂ. അതൊരു ഞാൻ നിങ്ങൾക്കൊരു കീ ഐഡിയ തരാം. ഇന്റർഗേറ്റീവിനെ കേട്ടാൽ തന്നെ ഈ ക്വസ്റ്റ്യനാ. ക്വസ്റ്റ്യൻ വേർഡ്സ് സാധാരണ എങ്ങനെയാ? വിച്ച്, വാട്ട്, ഓക്കെ, ഹൂസ്, ഹൂ ഇസ് അറ്റ് ദി ഡോർ, ഹൂസ്, വാട്ട് ആർ യു ഡൂയിങ്. ഇതൊക്കെ ഇന്റർഗേറ്റീവ് പ്രോണൗൺസ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ, പേഴ്സണൽ പ്രോണൗൺസ് ഓർത്താണല്ലോ, ഹി, ഷീ, ഇറ്റ്. ഓക്കെ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. Now demonstrative pronoun, this, that, those. അതൊക്കെയാ. ഇന്റർഗ്രേറ്റീവ് പ്രോണൗൺ ഏതൊക്കെ? ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, വാട്ട്. ഈ WH വരുന്നേ അത് ഞാൻ ഒത്തിരി പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുമായിരിക്കും. പക്ഷെ WH എന്ന് കേട്ടാൽ മതി. WH വേർഡ് അത് ഈ ഇന്റർഗ്രേറ്റീവ് പ്രോണൗൺസിനകത്ത് വരും. അങ്ങനെ മനസ്സിലിട്ടോളൂ. പിന്നെ ഈ റെഫർ ചെയ്യുന്ന സാധനം ഇത്, അത് ഓർത്താം. ഓക്കെ, ഇതൊന്ന് പെട്ടെന്ന് ഇനി നോക്കിയേക്ക്. ആരും ക്ലിയർ ടിൽ നൗ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്തു പോക്കോണേ. ലാസ്റ്റ് പ്രോണൗൺ ഒന്നുകൂടി പറയോ? ഇന്റർഗേറ്റീവ് ആണ്. ഇന്റർഗ്രേറ്റീവ് പ്രോണൗൺസ് ആർ യൂസ് ടു ഇൻട്രൊഡ്യൂസ് ക്വസ്റ്റ്യൻ അബൌട്ട് തിങ്, പീപ്പിൾ ആൻഡ് ഓണർഷിപ്പ്. അപ്പം അതിന്റെ ബേസിക് എക്സാമ്പിൾസ് വരുന്നേ ഈ ഹൂ, ഈ നമ്മുടെ WH ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഹൂ, ഹൂം, വിച്ച്, വാട്ട്, അതൊക്കെയാ.
ഓക്കെ, ഇത് യൂഷ്വലി ഒരു സിമ്പിൾ വേർഡിൽ ഞാൻ പറയുവാണെങ്കിൽ ദീസ് ആർ പ്രോണൗൺ ദാറ്റ് ആർ യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അത്ര ഇതിപ്പോ ഇച്ചിരി കൂടെ നമ്മൾ പറയത്തില്ല ഒരു പോളിഷ്ഡ് ലാംഗ്വേജിലാ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ദേ ആർ യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെ? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്നെ എടുക്കുക. ടു ഹൂം ഡിഡ് യു സ്പീക്ക്? അപ്പം ഈ വാട്ട്, വിച്ച്, ഹൂ, ഹൂസ് ഇതൊക്കെയാ. So an interrogative pronoun normally appears at the start of a question. നിർബന്ധമില്ല എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ വരണമെന്നുണ്ട്, ഇടയ്ക്ക് വേണമെങ്കിലും വരാം. ഓക്കെ, Yes. ഇത്ര ക്ലിയർ ആയെന്ന് വിശ്വസിക്കണേ. Clear ആണ്. ഇതിലോട്ട് മൂവ് ചെയ്തോട്ടെ. മോയ. ഇനി നമ്മളുടെ ഉള്ള കൂട്ടനാരാ? വേർബ്. വെർബിന് പറയല്ലേ, വേർബിനാ പറയേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോണം. VERBനെ വെർബിന് പറയല്ല, ഭയങ്കര തെറ്റാ. വേർബിനെ പറയാവുള്ളൂ, വേർബ്. ഓക്കെ, ലൈക്ക് ലിംഗ്വിസ്റ്റിക്സിലൊക്കെ നിങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരാം ഒത്തിരി കാര്യങ്ങളൊക്കെ. ലാംഗ്വേജ് നമ്മളുടെ ഒത്തിരി വൊക്കാബുലറി അറിയാമെങ്കിലും നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഒത്തിരി നമ്മൾ തെറ്റിക്കാറുണ്ട്. അപ്പം ഇത് 2 ആണ് ഇവിടെ കൂടുതലായിട്ട്. A verb is a word used to express an action or state. ഓക്കെ, നമ്മളിപ്പോ നടക്കുവാണോ, കിടക്കുവാണോ, കഴിക്കുവാണോ, കുടിക്കുവാണോ, അതൊരു വേർബാ, ഒരു ആക്ഷൻ വേർഡാ. അത്ര ഓർത്താണ്. ആക്ഷൻ വേർഡിനെ പറയുന്ന വേർബ്. ദ ഗേൾ റോട്ട് എ ലെറ്റർ ടു ഹർ കസിൻ. അവൾ അവിടെ എന്നാ ചെയ്യുന്നേ? ഞാൻ അവിടെ ഇത് ഇട്ടില്ല, കളർ ചെയ്തില്ല. അത് നിങ്ങക്ക് മനസ്സിലാകാനുള്ള എന്നാ ആക്ഷൻ അവൾ ചെയ്യുന്നേ അവിടെ? പറഞ്ഞേ. റൈറ്റിംഗ്. റൈറ്റിംഗ്, വെരി ഗുഡ്. ഷീ റോട്ട് എ ലെറ്റർ, അവൾ എഴുതുവല്ലേ. അത്ര ഓർത്താ മതി. അപ്പം പിന്നെ നോൺ ആക്ഷൻ വേർബ്സ് ഉണ്ട്. ഓക്കെ, നോൺ ആക്ഷൻ വേർബ്സ് എന്ന് പറഞ്ഞാൽ റെഫർ ടു ഫീലിംഗ്സ് ഓർ സ്റ്റേറ്റ്സ് ഓഫ് ബീങ്. ഓക്കെ, ഓർത്ത് വെച്ചോണം. അപ്പം ലൈക്ക് ലവ്ലി, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. പിന്നെ ആക്ഷൻ ഉള്ള വേർഡ്സും ഉണ്ട്, നോൺ ആക്ഷൻ വേർബ്സ് ലൈക്ക് ഫീലിങ്സ്, അതൊക്കെ അത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഈ വേർബ്സിനകത്ത് തന്നെ ഓക്സിലറി വേർബ്സിന് പറയുന്നുണ്ട്. ഓക്സിലറി വേർബ്സിന്റെ വേറെ പേരാ ഹെൽപ്പിംഗ് വേർബ്സ്. ഓർത്ത് വെച്ചോണേ, ഓക്സിലറി വേർബ്സിന്റെ വേറെ പേരാ ഹെൽപ്പിംഗ് വേർബ്സ്. ഇനി ഈ ഹെൽപ്പിംഗ് വേർബ് എങ്ങനെയാണല്ലോ? ഈ ഹെൽപ്പിംഗ് വേർബിന് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഒരു സെന്റൻസിൽ ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രിയ കാണും, പിന്നെ ഒരു സഹായിക്കുന്ന വേറൊരു ക്രിയയും കാണും. ഹലോ, കേക്കാവോ? ഹലോ, കേക്കാവോ? പറഞ്ഞോളൂ. അവിടെ അങ്ങോട്ട് സംസാരിച്ചാൽ. ഓക്കെ. So auxiliary verbs are also known as helping verbs. Okay, they are used to change tense, voice, mood. Okay, tense, time. Okay. അപ്പൊ ഇവരുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു സെന്റൻസിൽ എപ്പോഴും ഓർത്തോണം, ഒരു മെയിൻ സെന്റൻസും കാണും, മെയിൻ വേർബും കാണും, മെയിൻ ക്രിയയും കാണും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന യൂഷ്വലിനാണ്, അതിനെ ഒരു സബ് ക്രിയയും കാണും. അപ്പൊ ഈ ഹെൽപ്പിംഗ് വേർബ്സ് ഒത്തിരി ഉണ്ട്. നമ്മളത് ഹലോ, അപ്പൊ ലൈക്ക് ഒരു എക്സാമ്പിൾ ഞാൻ തരാം ഇവിടെ. ദ ഡോഗ് റൺസ് ഇൻ ദ പാർക്ക്. ഓക്കെ, അപ്പം ഇതിനകത്ത് ആക്ച്വലി റണ്ണിന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, റൺസിന് പറഞ്ഞാലാ ഇവിടെ എന്താ ഒരു മെയിൻ വെർബ്. ഇതിനകത്ത് മെയിൻ വെർബ് റണ്ണ. ഓക്കെ, അതറിയാമല്ലോ, ഒരു മെയിൻ വെർബേ ഉള്ളൂ. നേരെ വെച്ച് വേറെ ഒരെണ്ണം പറയാം. ഷീ ഈസ് ഈറ്റിംഗ് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഷീ ഈസ് ഈറ്റിംഗ് എ കേക്ക്, എന്ത് വേണമെങ്കില. ഒരെണ്ണം ദ ഡോഗ് runs in the park. The other one is she is eating
എ കേക്ക്. അപ്പം ഈ ഓക്സിലറി വേർബ്സ് ഒത്തിരി ഉണ്ട്. എങ്ങനെ അതിനെ മെയിൻലി ഈസ്, ആം, ആർ, അത് ഒത്തിരി ഉണ്ട്. அதனால നമ്മൾ ഈ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മിക്ക വേർഡ്സും ഒത്തിരി ഓക്സിലറി വേർഡ്സ് ഉണ്ട്. അത് പയ്യെ പയ്യെ പഠിച്ചാൽ മതി. ഇന്ന് ആദ്യമേ തന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടി തോന്നും. ഇതിനകത്ത് ഈ ഹെൽപ്പിംഗ് വേർഡ് ഇല്ലേ, ഇവനാ. ഇത് കണ്ട് ഈസ്, ഇത് കണ്ട് ഇസ്, ഇതൊരു ഹെൽപ്പിംഗ് വേർഡാണ്. കണ്ടോ? ഷീ ഈസ് ഈറ്റിംഗ് എ കേക്ക്. അവനെ പറയുന്നേ അവതുണ്ടല്ലോ, മെയിൻ വെർബ് ഇല്ലേ, ഈ നമ്മുടെ ഈറ്റിംഗ്, ഇത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാ പറയുന്നത്. അത് ഞാൻ പഠിപ്പിക്കും. നമ്മുടെ ടെൻസസിനകത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും ഇതൊക്കെ. ഈറ്റിങ്ങിനെ സഹായിക്കുന്ന വെർബ് ഏതാ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈസിന്. ഓക്കെ, അപ്പം ഇവിടെ ഈറ്റിംഗ് പറഞ്ഞാല് എന്നാ മെയിൻ വെർബ്. ഈറ്റിന് പറഞ്ഞാൽ നമുക്കറിയാം, ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിന് ടെൻസിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പം പ്രസന്റ് പാർട്ടിസിപ്പിളിനകത്ത് വരുന്ന വേർഡാ ഈ പ്രസന്റ് കണ്ടിന്യൂസിനകത്ത് വരുന്ന വേർഡാ ഈറ്റിംഗ്. അതിനെ സഹായിക്കുന്ന വേർഡാ ഷീ ഈസ് എന്ന് പറഞ്ഞ ഹെൽപ്പിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു വാക്കും കൂടെ തരാം. ഷീ വാസ് ഡൂയിങ് ഹർ ഹോംവർക്ക്. ഇതിൽ നിങ്ങൾ പറഞ്ഞു എന്നോട് ഏതാ ഹെൽപ്പിംഗ് വെർബ്? ഹെൽപ്പിംഗ് വേർബ് ഏതാ? ഹെൽപ്പിംഗ് വേർബ് ഷീ ഈസ് ഈറ്റിംഗ് എ കേക്കിനകത്ത് ഹെൽപ്പിംഗ് വേർബ് ഇവിടെ പറഞ്ഞപ്പോ ഇവിടെ എന്നായിരിക്കും ഹെൽപ്പിംഗ് വേർബ്? was, വെരി ഗുഡ്, സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അപ്പം നിങ്ങക്ക് മനസ്സിലായല്ലോ ഒരുമാതിരി. മെയിൻ വേർബിനെ സഹായിക്കുന്ന അവിടെ ഏതെങ്കിലും സബ് വെർബ് ഉണ്ടെങ്കിൽ ഓക്കെ അത് ഓക്സിലറി വേർബ്സ് ആ. ഓക്കെ, എല്ലായിടത്തും വരണമെന്നില്ല, ഈ ഓക്സിലറി വേർബ്സ് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എല്ലായിടത്തും. ഓക്കെ, okay, ഇത്ര ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? yes, yes. ഇപ്പൊ ഇത് കണ്ടോ, ദ ഡോഗ് റൺസ് ഇൻ ദി പാർക്ക്. അതിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല. ദർ ഇസ് നോ ഓക്സിലറി വെർബ് ഓവർ ദർ. ഓക്കെ, ഇന്നെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിനെ ഇത് കാണിക്കുന്ന പാർക്കിലാണെന്ന്. ഓക്കെ, അപ്പം അതാണ് ഞാൻ പറഞ്ഞ ഓക്സിലറി വേർബ്സ് ഉള്ള സെന്റൻസസിൽ മാത്രമേ നമുക്ക് ഓക്സിലറി വേർബ് ഉണ്ടെന്ന് പറയാൻ പറ്റൂ. വാട്ട് മൈ പോയിന്റ്? സോ ഐ ഹോപ്പ് സോ ടിൽ ഹിയർ യു ആർ ഓക്കെ. ഇനി നമുക്ക് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ഫ്രേസൽ വേർബ്സിന് പറഞ്ഞാൽ ഇനി കുറെ ഫ്രേസസ് നമ്മൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആ ഫ്രേസൽ വേർബിന്റെ താഴെ ഞാൻ ഒത്തിരി എഴുതി വെക്കാഞ്ഞത്. ഫ്രേസൽ വേർബ്സിന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ വേർബ് ആൻഡ് എ പാർട്ടിസിപ്പിൾ. ഓർത്ത് വെച്ചോ, ഇത് വലിയതായിട്ട് വരാറില്ല, അതുകൊണ്ടാണ് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയേ ഉള്ളൂ. പക്ഷെ പറഞ്ഞു തന്നേക്കാം, കോമ്പിനേഷൻ ഓഫ് വേർബ് ആൻഡ് പാർട്ടിസിപ്പിൾ. ഈ പാർട്ടിസിപ്പിൾ ഓർമ്മയുണ്ടോ ഏതൊക്കെയാ? ലൈക്ക് നമ്മൾ ഇത് പറയത്തില്ലേ, റൺ, റാൻ, റൺ. ഓക്കെ, ഈറ്റ്, ഏറ്റ്, ഏറ്റ്. പാർട്ടിസിപ്പിൾ ഇല്ലേ, അത് അത്ര ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് ഫ്രേസൽ വേർബ്സ് ഒത്തിരി ഉണ്ട്. ഫ്രേസൽ വേർബ്സിന്റെ ഒത്തിരി നമുക്ക് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ലൈക്ക് കോൾ ഓഫ്, ഈ വാക്കുകൾ ഉപയോഗിക്കത്തില്ലേ, പുട്ട് ഓഫ്, ലുക്ക് അപ്പ്, ബ്രേക്ക് ഡൗൺ. കോൾ ഓഫിന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാം. നമുക്കിപ്പോ ഒരാളോട് എന്തെങ്കിലും മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ നമ്മൾ കോൾ ഓഫിന് പറയും. ഗ്രോ അപ്പ് നമ്മൾ പറയാറില്ലേ, അങ്ങനത്തെ ഇഷ്ടം പോലെ. ആസ്ക് ഫോർ, ബ്ലോ അപ്പ്, പിക്കപ്പ്, ഇതൊക്കെ ഫ്രേസൽ വേർബ്സ് ആണ്. ഓക്കെ, ഒരു പാർട്ടിസിപ്പിളും കാണും, അറ്റ് ദി സെയിം ടൈം ഒരു വെർബും കാണും. ഇഷ്ടം ഒത്തിരി ഫ്രേസൽ വെർബ് ഉണ്ട്. അതുകൊണ്ടാണ് വേർബ്സിന്റെ ഇച്ചിരി ഡിഫറൻസിയേഷൻ പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ബേസിക്കലി യു നീഡ് ടു നോ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്ന കാരണം ഇത്ര എല്ലാം പറഞ്ഞു തരുന്നത്. ബേസിക്കലി നിങ്ങൾക്ക് അറിഞ്ഞെടുക്കേണ്ടത് വേർബ് എന്തായ, ഓക്കെ, ഓക്സിലറി വേർബും എന്തായാണ്. ഓക്കെ, ഓക്സിലറി വേർബിന് പറഞ്ഞാല് ഹെൽപ്പ് ചെയ്യുന്ന വേർബിനെ പറയുന്ന, ഒരു മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്ന വെർബിനെ പറയുന്ന ഓക്സിലറി വേർബ്. ഓക്കെ, നത്തിങ് മോർ ദാൻ. ബാക്കിയെല്ലാം ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു. ഡോണ്ട് ഗോ ദാറ്റ് മച്ച് ഇൻ ടു ഡീറ്റെയിൽ. പിന്നെ പറഞ്ഞു പോകുന്നു. ഇനി ആഡ് വെർബ്, അതൊന്ന് വായിച്ചപ്പോ സമാധാനത്തോടെ, അതും കുറെ ഉണ്ട്.
മിസ്സേ വായിച്ചു. So, adverb എന്നായ? It's a word used to add something to the meaning of a verb or adjective or another adverb. അപ്പൊ നമ്മള് വേർബ് പഠിച്ചില്ല നേരത്തെ. വേർബ് എന്നായിരുന്നു പഠിച്ചത്? ആക്ഷൻ വേർഡ്സ്. ആ ആക്ഷനെ കുറച്ചും കൂടെ അതിനെ കുറിച്ച് കുറച്ചും കൂടെ എന്തെങ്കിലും ക്വാളിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ സിമ്പിൾ സെന്റൻസിൽ പറയുവാണെങ്കിൽ a word that qualifies a verb, simple and as simple as that. ഇതൊക്കെ പോളിഷ്ഡ് ലാംഗ്വേജസ് ആണ്. ഓക്കെ, നമ്മൾ പറയത്തില്ലേ ചില ഇത് ചെയ്ത്, പക്ഷെ സിമ്പിൾ ക്ലിയർ കട്ട് ലാംഗ്വേജിൽ നിങ്ങളോട് പറയുവാണെങ്കിൽ വേർഡ് എന്ന് പറയാലോ, ഏതെങ്കിലും വാക്ക്, വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ വേർബ്, അതിനെ പറയുന്ന ആഡ്വേർബ്. ഒരു സെന്റൻസിൽ നിങ്ങൾ ആദ്യമേ വേർബ് കണ്ടുപിടിക്കണം, ക്രിയ കണ്ടുപിടിക്കണം, ക്രിയേനെ ക്വാളിഫൈ ചെയ്യണേ. ഓക്കെ, ക്രിയേനെ കണ്ടുപിടിച്ചിട്ട് ആ ക്രിയേനെ കുറച്ചും കൂടെ എന്തെങ്കിലും അതിനെ കുറിച്ച് കൂടുതലായിട്ടോ കുറച്ചോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന ആഡ്വേർബ്. വാട്ട് മൈ പോയിന്റ്? സിമ്പിൾ. ഹി വർക്ക് ദി സം ക്വിക്ലി. അതിനകത്ത് ആദ്യമേ നിങ്ങൾ എന്നോട് പറയുന്ന വേർബ് ഏതാ, ക്രിയ ഏതാ അവിടെ സെന്റൻസിൽ? ഞാൻ അണ്ടർലൈൻ ചെയ്യത്തില്ല, യു ആർ ലൈക്ക് സീനിയർ സ്റ്റുഡൻസ്, യു ഷുഡ് നോ. ഇതിനകത്ത് ക്രിയ ഏതാ? ഹി വർക്ക് ദി സം ക്വിക്ലി. ക്രിയ ഏതാ? വർക്ക്. വെരി ഗുഡ്. അവൻ വർക്ക് ചെയ്തെന്നല്ലേ പറഞ്ഞത്? ആ, അപ്പൊ അവൻ വർക്ക് എങ്ങനെയാ ചെയ്തത്? ക്വിക്ലി. ക്വിക്ലി. സിമ്പിൾ. കാര്യം സിമ്പിൾ അല്ലേ? അപ്പം ആദ്യമേ ക്രിയ കണ്ടുപിടിക്കുക, ക്രിയനെ എന്തെങ്കിലും കൂടുതലോ കുറച്ചോ പറയുന്നുണ്ടെങ്കിൽ തീർന്നു. ഇനിയും ഇത് പല രീതിയിലും ആകാം. പിന്നെ എപ്പോഴും ഓർത്തോണം, ലൈക്ക് എന്തെങ്കിലും ഈ വെറി എന്ന് പറഞ്ഞ പോലെ ഒത്തിരി കൂടുതലായിട്ട് എന്തിനെങ്കിലും, ഇപ്പം വേർബ് മാത്രമല്ല, അത് ആഡ്ജക്റ്റീവ്. ഫസ്റ്റ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ക്ലിയർ ആക്കി, വേർബ്. ഇപ്പൊ ഈ സെന്റൻസ് വായിച്ച്, an adverb is a word used to add something to the meaning of a verb, an adjective or an adverb. ഓക്കെ, അഡ്ജക്റ്റീവ് എന്നായ? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് ഒരു നൗണിനെ ഇത് ചെയ്യല്ലേ, ക്വാളിഫൈ ചെയ്യണേ. ഓക്കെ, അവൾ സുന്ദരിയാണെന്ന് പറയത്തില്ലേ, അപ്പം സുന്ദരി എന്ന് പറഞ്ഞ ഒരു അഡ്ജക്റ്റീവാ. ഓക്കെ, അതിനെ നമ്മൾ കുറച്ചും കൂടെ എടുത്തു പറയുമ്പോഴത്തേനെ കണ്ടോ, ഇപ്പം ദിസ് ഫ്ലവർ ഇസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ അവിടെ ഏതാ ബ്യൂട്ടിഫുൾ? ഞാൻ പറഞ്ഞ അഡ്ജക്റ്റീവാ, ഇതിന്റെ റൂൾ അനുസരിച്ച്. അപ്പം കണ്ടോ, അവിടെ കണ്ടോ, വെരി ബ്യൂട്ടിഫുൾ. അത് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആ ഫ്ലവർ? വെരി ബ്യൂട്ടിഫുൾ, എക്സ്ട്രാ ഓർഡിനറി ബ്യൂട്ടിഫുൾ, എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ആ ബ്യൂട്ടിഫുളിനെ നിങ്ങൾ എത്രമാത്രം, ഒട്ടും ഇല്ലെന്നും കാണും. ഓക്കെ, അതിലേക്ക് എത്രമാത്രം നിങ്ങൾ അതിനെ പൂഴ്ത്തി പറയണോ അതെല്ലാം ആഡ്വർബിലോട്ട് പോകും. ഓക്കെ, അത് മനസ്സിലായല്ലോ? അത്ര. ഇനിയൊരെണ്ണം കൂടെ ഉണ്ട്. An adverb is a word used to add something to the meaning of a verb. വേർബ് കഴിഞ്ഞു, ആദ്യത്തെ പഠിച്ചു. അഡ്ജക്റ്റീവ് കഴിഞ്ഞു, അതും പഠിച്ചു. ഇനി ഒരു ആഡ്വർബും കൂടെ വന്നാല്, ഓക്കെ, അതിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഷീ പ്രൊനൗൺസ് ദി വേർഡ് ക്വൈറ്റ് കറക്റ്റ്ലി. കണ്ടോ, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? കറക്റ്റ്ലി എന്നുള്ള ഇത് ആഡ്വർബാ. കറക്റ്റ്. ആ, പ്രൊനൗൺസ്ഡ് എന്നുള്ളത് വേർബായിട്ട് വരുന്നത്. പ്രൊനൗൺസ് ചെയ്തില്ലേ അവൾ അവിടെ ഒരു വേർബിനെ? ശരിക്കും പറഞ്ഞാൽ അവള് പറഞ്ഞതിനെ അവൾ കുറച്ചും കൂടെ ക്വൈറ്റ് കറക്റ്റ്ലി എന്ന് പറയാം നമുക്ക്, ഇല്ലേ? അപ്പം കറക്റ്റ്ലി പ്രൊനൗൺസ്, അവള് അതൊരു ആക്ഷൻ വേർഡ് അല്ലേ പ്രൊനൗൺസ്? അവള് സംസാരിച്ചെന്നല്ലേ പറഞ്ഞേക്കന്നെ. പ്രൊനൗൺസ് ചെയ്യാൻ വാ വെച്ച് ഒരു ക്രിയ ചെയ്യുമല്ലേ അവിടെ, ചുമ്മാ ഇരിക്കുമല്ലോ. പ്രൊനൗൺസ് ദി വേർഡ് ക്വൈറ്റ് കറക്റ്റ്ലി. എപ്പോഴും ഒരു ക്ലൂം കൂടെ തരാവേ. ഈ ആഡ്വേർബ്സ് യൂഷ്വലി LY വരും. ക്വിക്ലി, കറക്റ്റ്ലി, ഹാർഡ്ലി. മനസ്സിലായോ? ഒരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് ഇതില്ലേ ഇവൻ പ്രൊനൗൺസ്ഡ്, ഇത് വേർബാ, ഓർത്തോണേ. ക്രിയ, ഈ വേർഡ് എന്ന് പറഞ്ഞാല് അവിടുത്തെ ഒബ്ജക്റ്റ്. അവനാ തിങ്ങിന് പറയത്തില്ല, തിങ്, നെയിം പ്ലേസ് ആനിമൽ തിങ് എന്ന് പറയുന്ന പോലെ അതിനകത്ത് ഇതാ നൗണ്.
ഓബ്ജക്റ്റ് ആയിട്ടും വരും. അല്ല അതും പഠിപ്പിക്കും നമ്മൾ മുന്നോട്ട്. ഇനി ഇത് രണ്ടും ക്വൈറ്റ് കറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ ഫുള്ളോടെ പറയണം ഇത് ആഡ്വർബ് ആണ്. അനദർ ആഡ്വർബ് എന്ന് പറഞ്ഞത് ക്വൈറ്റ് കറക്റ്റ്. ക്വൈറ്റ് കണ്ടു, ക്വൈറ്റ് QUIT, അതിന്റെ അർത്ഥം പറയാമോ? വെറും കറക്റ്റ്ലി അല്ല, കുറച്ച് ഏറെ ആയിട്ട് കണ്ടോ, ഡബിൾ വന്ന കണ്ടില്ല. അനദർ ആഡ്വർബ്, ഒരു ആഡ്വർബിന്റെ കൂട്ടത്തിൽ ഒരു ആഡ്വർബും കൂടെ വന്നു. ഇപ്പൊ മനസ്സിലായോ? ഡബിൾ ആഡ്വർബ് വന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, സോ ദിസ് ഇസ് ദി ഫോർമാറ്റ് ഓഫ് എൻ ആഡ്വർബ്. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ അത് വേർബിനെ വേണമെങ്കിലും ക്വാളിഫൈ ചെയ്യാം, വേറൊരു അഡ്ജക്റ്റീവിനെ വേണമെങ്കിലും ക്വാളിഫൈ ചെയ്യാം, വേറൊരു ആഡ്വർബിനെ വേണമെങ്കിലും ക്വാളിഫൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ ആഡ്വർബ് ഏതാ? വൈറ്റാ. അവൾ എത്രമാത്രം കുറെ കൂടെ രീതിയിൽ അവള് കറക്റ്റ്ലി വളരെ നന്നായിട്ട് അവൾ പ്രൊനൗൺസ് ചെയ്തെന്നാ പറഞ്ഞത്. ഓക്കെ, ഏകദേശം നല്ലപോലെ. ഓക്കെ, കുറച്ച് തെറ്റുകൾ ഉണ്ടായിരുന്ന അർത്ഥം അതിനകത്ത് പറഞ്ഞേക്കുന്നത് റൈറ്റ് കറക്റ്റ്ലി, പക്ഷെ വളരെ നല്ലോണം അവൾ ചെയ്തു. സോ ഇതാ 3 ഇതിന്റെ. ഇനിയും കിടക്കണേന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ്. അതെന്നാ? ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് ഡിഗ്രി, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, ആഡ്വർബ് ഓഫ് ടൈം, ആഡ്വർബ് ഓഫ് പ്ലേസ്. അപ്പൊ മാനർ എന്നാ? യൂസ് ടു ഡിസ്ക്രൈബ് ഹൗ സംതിങ് ഹാപ്പൻസ്. ഒരു എക്സാമ്പിൾ പറയാം. ഏത് രീതിയിൽ ഒരു ആക്ഷൻ പെർഫോം ആകും? ഇപ്പൊ ഷീ റാൻ ക്വിക്ലി, അവൾ ഓടി. അവൾ എങ്ങനെ ഓടി? പെട്ടെന്ന് ഓടി. ആ സമയത്ത് തന്നെ എനിക്ക് പറയാം ഷീ റാൻ സ്ലോലി. ഓക്കെ, ഷീ റാൻ കെയർഫുള്ളി. അപ്പം അവിടെ മാനർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എങ്ങനെ ആ ആക്ഷൻ പെർഫോം ചെയ്തെന്ന്. ഓക്കെ, ഏത് രീതിയിൽ, പയ്യെ ആണോ സ്പീഡിലാണോ, അത് ആ മാനറിന്റെ അർത്ഥം. അത് മനസ്സിലായല്ലോ? അവിടെ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കണേ. ഞാൻ തന്നെ എക്സാമ്പിൾ ഒക്കെ എഴുതിയെടുത്തോണം. അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും, അതുകൊണ്ട് പറയുന്നതാണ്. ആഡ്വർബ് ഓഫ് മാനർ എന്ന് പറഞ്ഞാൽ എന്നാ? എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും, എങ്ങനെയാ സംഭവം നടന്നത്. ഷീ റാൻ ക്വിക്ലി, ഷീ റാൻ സ്ലോലി, ഷീ റാൻ കെയർഫുള്ളി. അങ്ങനെ അവൾ എങ്ങനെ ഓടിയുന്നു. ഇനി ഡിഗ്രി എന്നാണ്? ഇതിന് പറഞ്ഞാൽ ഇന്റൻസിറ്റി. എത്രമാത്രം ആ ഇന്റൻസിറ്റി ഇല്ലേ, ആക്ഷനിലും ആകാം, അഡ്ജക്റ്റീവിലും ആകാം, ആഡ്വേർബിലും ആകാം. ഷീ ഈസ് വെരി ഹാപ്പി, വളരെ ഹാപ്പിയാ. സാധായിട്ടൊന്നുമല്ല, ചില്ലറ ഹാപ്പി ഒന്നുമല്ല, വെരി ഹാപ്പി. ഷീ ഈസ് എക്സ്ട്രീംലി ഹാപ്പി. ആ വാക്കും കൂടെ, ഷീ ഈസ് ക്വൈറ്റ് ഹാപ്പി, ആ വാക്കും കൂടെ വന്നാൽ മാത്രം നമുക്ക് ഡിഗ്രി അറിയാൻ പറ്റത്തുള്ളൂ. ലെവൽ പറയത്തില്ല, അവന്റെ ഡിഗ്രി ലെവല്. അവന്റെ ലെവൽ അറിയാവും നമ്മൾ പറയത്തില്ല, ലെവൽ അറിയണം. എത്രമാത്രം അവന് ആ പ്രാന്തുണ്ട് വട്ടുണ്ടെന്ന് പറയത്തില്ലേ, അതാ ഡിഗ്രി. ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ആ ഡിഗ്രി ഉപയോഗിക്കും. മാനർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഓടി, എങ്ങനെ എന്ത് ചെയ്തു, അത്രയൊക്കെ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ലെവലാണ്. ശരിക്കും ഹാപ്പിയാണോ, അതോ ശരിക്കും വിഷമമാണോ, അതോ ഒന്നും ഇല്ലേ, ഓക്കെ സ്ലൈറ്റ് ആയിട്ടാണോ, ആ ലെവൽ അറിഞ്ഞിരിക്കും. ഇനി ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, അതെന്നെ ഡിസ്ക്രൈബ്സ് ഹൗ ആക്ഷൻ ഹാപ്പൻ ഓഫൻ, യൂഷ്വലി. ഫ്രീക്വൻസിയുടെ അർത്ഥം തന്നെ എന്നറിയോ? ഈ എപ്പോഴും നടക്കാറില്ലേ? ലൈക്ക് ഹി ഓഫൻ വിസിറ്റ്സ് ഹിസ് ഗ്രാൻഡ് മദർ. അപ്പം ഓഫൻ എപ്പോഴും പോവാറുണ്ട്. നിങ്ങളിപ്പോ നിങ്ങളുടെ അമ്മ വീടൊക്കെ അടുത്താണെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂഷ്വലി പറയും സംടൈംസ്, ട്വൈസ് ഇൻ എ വീക്ക്, ത്രൈസ് ഇൻ എ വീക്ക്. അല്ലെങ്കിൽ ഒരു കാലത്തും പോവാറില്ല, ചിലതൊന്നും ഒരു കാലത്തും പോത്തില്ലല്ലോ. നെവർ, അല്ലെങ്കിൽ എന്നും പൊക്കോളും, ഓൾവേസ്, അല്ലെങ്കിൽ വീക്ക്ലി, ഡെയിലി. അതാ ഫ്രീക്വൻസി. അത് മനസ്സിലായല്ലോ? ആ വാക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൗ ഓഫൺ, എത്രമാത്രം ആക്ഷൻ എത്രമാത്രം നടക്കുന്നു. ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ പോകും, ഞാനൊരു എക്സാമ്പിൾ തന്നെ തന്നെയുണ്ട്. അല്ലെങ്കിൽ എന്നും പോവോ, ഒരിക്കലും പോത്തില്ലേ, വീക്ക്ലി പോവോ, ഡെയിലി പോവോ. ഇതൊക്കെ ആ വാക്കുകൾ ഓർത്തോണേ. ഓൾവേസ്, നെവർ, ഡെയിലി, വീക്ക്ലി. പിന്നെ ഉള്ളത് ആഡ്വർബ് ഓഫ് ടൈം. ഇനി അതെന്നാ, ഇതൊന്നും പോരാഞ്ഞിട്ടാ ഇനി ആഡ്വർബ് ഓഫ് ടൈമും കൂടെ. ഇത് കാണിക്കണേ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഹാപ്പനിങ് ആക്ഷൻ ഓഫ് ടൈം. ഓക്കെ, എപ്പോഴും ഇത് നടന്നു. ഒരു വാക്ക് പറയോ എല്ലാവരും? പറഞ്ഞ ഞാൻ ഐ വിൽ സീ യു ടുമോറോ, ബൈ ബൈ, നാളെ കാണാം. പോവല്ലേ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഐ വിൽ സീ യു ടുമോറോ, അപ്പൊ എന്നാ നാളെ ഈ മീറ്റിംഗ് കാണും.
അപ്പം വേറെ ഏത് വരാം? ഐ സോ യു യെസ്റ്റർഡേ. ഓക്കെ, വി സോ റീസെന്റ്ലി, നൗ, സൂൺ. അതൊക്കെ ടൈം കാണിക്കും. ഓർത്ത് വെച്ചോണേ കേട്ടോ. ഇനി ലാസ്റ്റ് ആഡ്വർബ് ഓഫ് പ്ലേസ്. എവിടെ വെച്ച് ഇന്ന ആക്ഷൻ നടന്നതിനെ പറയുന്ന പ്ലേസ്. ഇപ്പൊ നിങ്ങൾ ആ എന്തെങ്കിലും പൂച്ചയോ പട്ടിയോ, ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് അപ് സ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ അവിടെ ആക്ഷൻ എവിടെയാ നടന്ന, എവിടെയാ സ്ഥലം കാണിച്ചു പറഞ്ഞല്ലോ. ഓക്കെ, ദ ഡോഗ് ഇസ് ഔട്ട്സൈഡ് ദി ഹൗസ്. സ്ഥലം പറയുന്ന. ഓക്കെ, എയർ ഇസ് എവറിവെയർ. ഓക്കെ, ഷീ ഈസ് സിറ്റിംഗ് ദേർ. ഇതൊക്കെയാ ആഡ്വർബ്സ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആഡ്വർബ് ഓഫ് മാനറിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞ ഞാൻ ഇവിടെ എഴുതും. പറ, മാനറിന്റെ ഒരു 2 എക്സാമ്പിൾ പറഞ്ഞ. എക്സാമ്പിൾ അല്ല, വാക്കുകൾ പറഞ്ഞാൽ മതി, മൊത്തം സെന്റൻസ് ആയിട്ടൊന്നും പറയണ്ട. ആഡ്വർബ് ഓഫ് മാനർ പറഞ്ഞേ പെട്ടെന്ന് പെട്ടെന്ന്, അല്ലെങ്കിൽ മറന്നുപോയി. ഇപ്പം കയ്യോടെ പോവാണെങ്കിൽ ഓർത്തിരിക്കും. Ran fastly. വൺസ് മോർ ഡിയർ. Ran fastly. വെരി ഗുഡ്. ഓക്കെ, ഫാസ്റ്റ്ലി. ദെൻ വൺ മോർ. ഒരെണ്ണം കൂടെ പറഞ്ഞേ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും. ക്വിക്ലി. വെരി ഗുഡ്. ഹനാൻ. വൺ മോർ. Quietly. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനി നമ്മൾ ആഡ്വർബ് ഓഫ് ഡിഗ്രി പറഞ്ഞ. ഡിഗ്രി നിങ്ങൾക്ക് ഓർത്തിരിക്കണം, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന സാധനം. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എഴുതുള്ളൂ. ഫാസ്റ്റ്. ഡിഗ്രി. Very. വെരി വെരി ഗുഡ്. പിന്നെ Too much. യെസ്, വെരി ഗുഡ്. അപ്പം അത് ഏകദേശമായല്ലോ. ഇനി നോക്കിക്കേ, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി പറഞ്ഞേ. നെവർ. നെവർ. വെരി ഗുഡ്. Sometimes. ട്വൈസ്. വെരി ഗുഡ്. പിന്നെ ഒരെണ്ണം കൂടെ. Sometimes. യെസ്, വെരി ഗുഡ്. ആഡ്വർബ് ഓഫ് ടൈം എന്തായിരിക്കും? അത് സിമ്പിളാ. ടുഡേ, ടുമോറോ. യെസ്, ടുമോറോ, യെസ്റ്റർഡേ. പ്ലേസ്. On the bench. യെസ്, ഓൺ ദി ബെഞ്ച്. പിന്നെ വെരി ഗുഡ്. ഔട്ട്സൈഡ്. യെസ്, വെരി ഗുഡ്. അപ്പം ഇത് ഏകദേശം മനസ്സിലായല്ലോ. ഇനി ആ ആഡ്വർബ് ഒരു പ്രാവശ്യം കൂടെ വായിച്ചു. ഇനി ആഡ്വർബും ഇതൊന്ന് വായിച്ചേക്ക്. ഇത് ഞാൻ കളയുക, കാരണം ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഇത് തന്നെ ഇത് ഓർത്തിരിക്കണം. ഇത് ഓർത്തിരുന്നാല് ആവശ്യമില്ല. അതിന്റെ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ വേണം. നിങ്ങൾക്കൊരു നോട്ട് എപ്പോഴും വേണം ഇതിന്റെ. യു ഷുഡ് ഹാവ് നോട്ട്സ്. പിള്ളേരൊന്ന് സമാധാനത്തോടെ ആഡ്വർബ്, ഇത് കുറെ ഉണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ശല്യപ്പെടുത്താത്തത്. സമാധാനത്തോടെ വായിച്ചാൽ മതി.
വായിച്ചു കഴിഞ്ഞു എല്ലാവരും? Yes. ഓക്കെ. ഇനി വരുന്ന ആള് adjective. ഇത് പിന്നെ ഇത്ര നേരം നമ്മൾ പഠിച്ച കാരണം മനസ്സിലായി കാണും. An adjective is a word to use to add something to the meaning of a noun. ഇനി ഞാൻ ഇച്ചിരൂടെ സിമ്പിൾ ആക്കി പറയാം. വേർഡ് ദാറ്റ് ക്വാളിഫൈസ് a noun. അത്രയും നൗണിനെ കുറച്ചും കൂടെ എടുത്ത് ക്വാളിഫൈ ചെയ്ത് പറയുന്നതിനെയാ അഡ്ജക്റ്റീവ് പറയുന്നത്. ഹീസ് എ ബ്രേവ് ബോയ്. നല്ല മിടുക്കനായിട്ടുള്ള പയ്യന. ഓക്കെ, നല്ല പേടിയില്ലാത്ത പയ്യന. എത്ര ബോയ്സ് ഉണ്ടോ? 20 ബോയ്സ്. അപ്പൊ നൗണിന് ആദ്യമേ നിങ്ങൾ നൗൺ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെ എന്താ കൂടുതൽ, ഇപ്പം ദ ഗേൾ ഇസ് ബ്യൂട്ടിഫുൾ. ഗേൾ എത്രയാ? സുന്ദരിയാണെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ സുന്ദരി അവിടുത്തെ അഡ്ജക്റ്റീവാ, ഗേള് നൗണാ. അപ്പൊ നൗണിനെ എന്തെങ്കിലും കൂടുതലായിട്ട് പറയുന്നേ, ക്വാളിഫൈ ചെയ്യുന്നതിന് പറയുന്ന അഡ്ജക്റ്റീവ്. ഓക്കെ, ഇനി 3 ടൈപ്പ് അഡ്ജക്റ്റീവ് ഉണ്ട്. അതൊന്ന് നോക്കിക്ക്, വായിച്ച് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും വായിച്ചോ? ഹലോ, വായിച്ചു മാം, പക്ഷെ അവസാനത്തെ രണ്ടെണ്ണം തീരെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പറഞ്ഞാൽ അന്ന് ഇപ്പം നമ്മള് ഇത് നോക്കണ്ട. നിങ്ങൾ കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ. സോ ഇത്രേ ഉള്ളൂ. ദേ ആർ യൂസ് ടു ഷോ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ നൗൺസ്. ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഇത് നോക്ക്. ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും നമ്മൾ മീനിങ് യൂഷ്വലി തരൂല്ല സ്ലൈഡ്സിൽ. അപ്പൊ നിങ്ങൾ തൽക്കാലത്തെ നിങ്ങൾ എഴുതി വെക്കേ, മനസ്സിൽ വെക്കാന. ഇത് രണ്ടിന്റെ ശരിക്കുള്ള അർത്ഥം കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് adjectives ആർ യൂസ്ഡ് ടു ഷോ ഡിഗ്രീസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ നൗൺസ്. ആർ യൂസ്ഡ് ടു ഷോ ഡിഗ്രീസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ നൗൺസ്. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഡിഗ്രി ബിറ്റ്വീൻ 2 നൗൺസ്. ബിറ്റ്വീൻ 2 വേണ്ട, ബിറ്റ്വീൻ നൗൺസ് എന്ന് പറഞ്ഞാൽ മതി. 2 ഒന്നും വേണ്ട. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ അത്. ഇപ്പൊ ഞാൻ ഒരു വാക്ക് തന്നു, അതിന്റെ പോസിറ്റീവ് ഞാനിപ്പം പറയുന്നു ഫെയർ. ഫെയറിന്റെ കമ്പാരിറ്റീവ് എന്നായിരിക്കും? ഫെയറർ. സൂപ്പർലേറ്റീവ് എന്നായിരിക്കും? ഫെയറസ്റ്റ്. ഓക്കെ, ക്ലെവർ. ക്ലെവറിന്റെ കമ്പാരിറ്റീവ് എന്നാ? ക്ലെവറർ. സൂപ്പർലേറ്റീവ് എന്നാ? ക്ലെവറസ്റ്റ്. ഓക്കെ, തിന്നിന്റെ എന്നാ? തിന്നിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്നാ? വെരി ഗുഡ്. തിന്നർ, തിന്നസ്റ്റ്. നേരെ ചിരിയുണ്ടേ. നമുക്ക് അങ്ങനെ വെറും ഇട്ടാൽ എല്ലാം കിട്ടത്തില്ല. ഇപ്പൊ ഡിഫിക്കൽട്ടിന്റെ പറയാൻ പറ്റുമോ വേറെ പിള്ളേർക്ക്? ഒന്ന് ട്രൈ ചെയ്ത്. ഡിഫിക്കൽട്ടിന്റെ എന്നായിരിക്കും കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ്?
ഡിഫിക്കൾട്ടർ വരത്തില്ലല്ലോ എന്തായാലും. ഒന്ന് ഓർത്ത എന്നാ വരുവേ. മോർ ഡിഫിക്കൾട്ട്, മോസ്റ്റ് ഡിഫിക്കൾട്ട്. ഓക്കെ. ഇപ്പൊ ഹാൻസം ബോയ്സിന്റെ മോർ ഹാൻസം, മോസ്റ്റ് ഹാൻസം. ഓക്കെ, അത് എത്തിയല്ലോ. അത് ആസ് സിമ്പിൾ as ദാറ്റ് ഞാൻ കാണിച്ചു തന്നത്. അതിന്റെ ജസ്റ്റ് നിങ്ങൾ ഇത് കണ്ട് ഇപ്പം യൂഷ്വലി നമ്മൾ ER ചേർത്തിട്ടാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പറയണം. കമ്പാരിറ്റീവിനകത്ത് നമ്മൾ സൂപ്പർലേറ്റീവിനകത്ത് രണ്ട് കാര്യത്തിനെ കമ്പയർ ചെയ്യണം എന്തായാലും. അത് ചെയ്യാതെ പറ്റത്തില്ല. ഓക്കെ. അപ്പം ഈ സൂപ്പർലേറ്റീവിനകത്ത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് കാണിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് രീതിയിൽ അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി കാണിക്കണം സൂപ്പർലേറ്റീവിനകത്ത്. ഓക്കെ, അതോർത്ത് ഹയസ്റ്റ് ഓർ ദി ലോവസ്റ്റ്. സൂപ്പർലേറ്റീവിന്റെ മെയിൻ തിങ്ങിന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിരിക്കും കാണിക്കണം, അല്ലെങ്കിൽ ലോവസ്റ്റ് ആയിരിക്കും കാണിക്കണം സൂപ്പർ ഡിഗ്രിനകത്ത്. ഓക്കെ, മോസ്റ്റ് ഞാൻ വാക്ക് ഉപയോഗിച്ചില്ലേ. അപ്പം അതൊക്കെ സൂപ്പർലേറ്റീവിനകത്ത് വരുന്ന വാക്കുകൾ. നിങ്ങൾക്ക് അത് ക്ലിയർ ആയി. ഇപ്പൊ നമ്മൾ ER ഉപയോഗിച്ച്, R ഉപയോഗിച്ച്, മോർ ഉപയോഗിച്ച്, മോസ്റ്റ് ഉപയോഗിച്ച ഈ വാക്കുകൾ സാധാരണ നമ്മൾ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അത് അത്ര മനസ്സിലായല്ലോ? സംശയമുണ്ടോ? ആദ്യം പറഞ്ഞ ആ രണ്ട് എക്സാമ്പിൾ ഒന്നും കൂടി പറഞ്ഞുതരുമോ? ഏതാ മോനെ? കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും കൂട്ടി പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ആദ്യം തൊട്ട് ഞാൻ പറയത്തില്ല. ആദ്യമേ പറഞ്ഞത് ഫെയർ ഇല്ലേ, FAIR. ഫെയർ, ഫെയറർ, ഫെയറസ്റ്റ്. ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. ഇനി ഹോട്ടിന്റെ എന്നാ വരും? ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്. ഓക്കെ. പ്രിറ്റി, പ്രിറ്റിയർ, പ്രിറ്റിയസ്റ്റ്. പക്ഷെ നിങ്ങളൊരു, ഞാൻ ഇത് പറയുന്നുണ്ട്, നിങ്ങൾ ആരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിനകത്ത് ഇപ്പം ഫെയറിനകത്ത് ഇത് നോക്കി ഞാൻ കാണിച്ച ഒരു വ്യത്യാസം വരുന്നുണ്ടേ. ഫെയറിന്റെ നോക്കിക്കോണേ. ഫെയറസ്റ്റ്. ഓക്കെ. ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. ഓക്കെ, ഇതൊരെണ്ണമാണ്. നെക്സ്റ്റ് ശ്രദ്ധിക്കണേ. പ്രിറ്റി, പ്രിറ്റിയർ, ഇത് ഞാൻ എല്ലാം എക്സ്ട്രാ ഒരു തരണയാണ്. ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. പക്ഷെ ഇരുന്നോട്ടെ നമ്മൾ പറയത്തില്ലേ. ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ ലാസ്റ്റ് തന്നെ EST കണ്ടോ? നമ്മള് വി യൂസ് ER ടു മേക്ക് കമ്പാരിറ്റീവ്. വി യൂസ് ഇവിടെയാണ് ചില സ്ഥലത്ത് ER ടു മേക്ക് കമ്പാരിറ്റീവ് ചില വാക്കുകളാണ്. ആൻഡ് EST ഫോർ സൂപ്പർലേറ്റീവ്. ശരിയല്ലേ? ഇവിടെ ശ്രദ്ധിച്ചോ? ഇവിടെ വ്യത്യാസം ശ്രദ്ധിച്ചോ? ഇവിടെ എന്നാ വന്നു പറയാൻ പറ്റുമോ? IEST വന്നു സൂപ്പർലേറ്റീവില്. കണ്ടോ? ഇല്ലേ? ലേസിയസ്റ്റ്, പ്രിറ്റിയസ്റ്റ് സൂപ്പർലേറ്റീവ് വന്നപ്പോ കണ്ടോ വ്യത്യാസം വരുന്നേ? ഓക്കെ.
ഇത് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഓക്കെ. കോർഡിനേറ്റ് ആഡ്ജക്റ്റീവ്സിന് പറഞ്ഞാല് ഇപ്പൊ 2-3 ആഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ഓക്കെ ദാറ്റ് ഇൻഡിപെൻഡന്റ്ലി മോഡിഫൈ ദി സെയിം നൗൺ ആർ ടിപ്പിക്കലി സെപ്പറേറ്റഡ് ബൈ എ കൺജങ്ഷൻ ആൻഡ്. കൺജങ്ഷൻ വരുന്നേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ വരുന്നേ ഉള്ളൂ. അങ്ങനെ 2 or more modify the same noun in this coordinate conjunctions. Coordinate adjectives are a series of that modify the same noun. അപ്പം നിങ്ങൾക്ക് അത് വെച്ച് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റൂ? മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞല്ലോ. In coordinate adjectives, 2 or more adjectives modify the same noun in a sentence. 2 or more adjectives, 2-3 കാണും. They modify the same what is a noun in a sentence. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ തരാവേ, അപ്പൊ മനസ്സിലായിക്കോ. നമ്മളിപ്പോ വരെ ഒരെണ്ണേ പഠിച്ചിട്ടുള്ളല്ലോ, ഒരു എക്സാമ്പിൾ. ഇത് പറഞ്ഞേ, ഇതിനകത്ത് എത്ര അഡ്ജക്റ്റീവ് ഉണ്ട് പറഞ്ഞേ? എത്ര അഡ്ജക്റ്റീവ് ഉണ്ട് അവിടെ? ഇവിടെ നൗൺ എന്നാ അത് പറ. എല്ലാവരും നൗൺ എന്നാണെന്ന് പറ. ഹലോ, ഇവിടെ നൗൺ ഏതാ? ഇവിടെ നൗണ് Chair. ചെയർ. വെരി ഗുഡ്. ഇത് നൗണ് ഞാൻ ഒരു അണ്ടർലൈൻ ചെയ്തേക്കാവേ. ഇനിയും പറ, ഇതിൽ അഡ്ജക്റ്റീവ്സ് ഏതു? ചെയറിനെ എന്തൊക്കെയാ പറ? ഓൾഡ് ആ വുഡനുമാ, തടി വെച്ചുണ്ടാക്കിയേക്കനെ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ പഴയത്. ഇപ്പൊ മനസ്സിലായോ? കോർഡിനേറ്റ് അഡ്ജക്റ്റീവില് മിനിമം 2 വേണം, റൂളാ. 2 അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ നൗണ് സോറി എന്നാ പറയുന്നത് അഡ്ജക്റ്റീവ്സ് വേണം ആ നൗണിനെ സവിശേഷിക്കാൻ, ഓക്കെ, ക്വാളിഫൈ ചെയ്യാൻ. ഇപ്പം ക്ലിയർ ആയോ? ഹലോ ഹലോ, മനസ്സിലായി. ഇപ്പൊ ഒരു എക്സാമ്പിൾ കൂടെ തന്നെ, അപ്പോഴത്തേനെ കുറച്ചും കൂടെ ക്ലിയർ ആകുമായിരിക്കും. ഇതിലേതാ നൗണ്? Hair. ആ, അതറിഞ്ഞ. ഇനി ഇതിനകത്ത് അഡ്ജക്റ്റീവ്സ് ഏതാ? Wild. വൈൽഡും കേളും. ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ. 2 or more adjectives that modify the same noun. ഓക്കെ, ഒരു നൗണിനെ അല്ലേ, വേറെ നൗണിനെ ഒന്നും അല്ലല്ലോ പറയുന്നേ. ഓക്കെ, ഒരു നൗണില് ഒരു സെന്റൻസിൽ ഒരു നൗൺ ഉണ്ടെങ്കിൽ അവിടെ 2 more than 2 അല്ലെങ്കിൽ 2 മിനിമം 2 എങ്കിലും വേണം. ആ മിനിമം 2 അഡ്ജക്റ്റീവ്സ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ കോർഡിനേറ്റ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. ഓക്കെ, മോർ ദാൻ 2 ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മിനിമം 2 എങ്കിലും വേണം. ഓക്കെ, സോ ഇസ് ഇറ്റ് ഓക്കെ ടിൽ നൗ? ഹലോ ഹലോ ഹലോ, ഓക്കെ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ അപ്പോഴേ ക്ലിയർ ആക്കിക്കോണേ, ഒന്നും വെച്ചേക്കല്ലേ തലയിൽ. ഇനി പ്രപ്പോസിഷൻ, ഇത് ഞാൻ ഒത്തിരി ഇത് ചെയ്യുന്നില്ല, ഈസി, അതുകൊണ്ടാണ്. A preposition is a word used with a noun or a pronoun to show how the person or thing denoted by the noun or a pronoun stands in relation to something else. ഇതാ ശരിക്കുള്ള ഒരു പോളിഷ്ഡ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ പ്രപ്പോസിഷന്റെ കണക്ടേഴ്സിനാ ഒറ്റ വാക്കിൽ പറയുന്നത്, കണക്ടിങ് വേർഡ്സിനാ പറയുന്നത്. കണക്ടിങ് വേർഡ്സ് ഇൻ എ സെന്റൻസ് ഒന്ന് എഴുതി വെച്ചേക്കാവും. സിമ്പിൾ ആയിട്ട് പറയുന്നത് കണക്ടിങ്. നിങ്ങളത് മനസ്സിൽ വെക്കാനാണ്. ഡെഫിനേഷൻ ചോദിച്ചാൽ ഡെഫിനേഷൻ ഒന്നും നിങ്ങൾക്ക് വരത്തില്ല, ജസ്റ്റ് ഞാൻ പറയുക. ഇത് കണക്ടിങ് വേർഡ്സാ പ്രപ്പോസിഷൻസിന് വന്നാൽ. എന്തിനാ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓക്കെ, ആ നൗൺ ഇൻ ദ സെന്റൻസ് അത് എവിടെയാ, ഓക്കെ, അതൊക്കെ പ്രപ്പോസിഷൻസ് എന്താണെന്ന് ഓർത്ത് വെച്ചോനെ. വേർഡ് ദാറ്റ് ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓൺ എ പ്രൂണൗൺ, അത്ര ഓർത്തിരിക്കാവല്ലോ. ഇതൊരു കണക്ടിങ് വേർഡാ, എപ്പോഴും ഓർത്തോണേ.
ഈ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരു കണക്ടിങ് വേർഡാ. അത് എന്തിനാ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ റിലേഷൻഷിപ്പാ കാണിക്കുന്നത്? ഒരു സെന്റൻസിൽ ഒരു നൗണും കാണും, അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ എന്തെങ്കിലും കാണും. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഒരു വാക്കെങ്കിലും കാണും. അതിൽ തമ്മിലുള്ള ടൈമോ ഡയറക്ഷനോ പ്ലേസോ അതിനെ കാണിക്കുന്ന വാക്കിനെ പറയുന്ന പ്രപ്പോസിഷൻ. ഓക്കെ, ഇറ്റ്സ് എ കണക്ടർ, ഇറ്റ്സ് എ കണക്ടിങ് വേർഡ്. അത് എന്തിനാ കണക്ട് ചെയ്യുന്നത്? ചിലപ്പോൾ നൗണിനെ പ്രൊനൗണിനെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്, പ്രൊനൗണിനെ വേറെ എന്തെങ്കിലും വെച്ചായിരിക്കും കണക്ട് ചെയ്യുന്നത്. അത് എന്താ കാണിക്കുന്നത്? അവിടെ സ്ഥലമായിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ ടൈം ആയിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയോ? പല എക്സാമ്പിൾ ഉണ്ട് പ്രപ്പോസിഷൻ. ഇൻ, ഓൺ, ആറ്റ്, ദാറ്റ്, ബിലോ എല്ലാം കൂടെ അത്ര പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഹോച്ച് പോച്ച് ആവുമല്ലോ. സോ ദർ ഇസ് എ കൗ ഇൻ ദി ഗാർഡൻ. ഇവിടെ കൗ നൗൺ ആണല്ലോ, രണ്ട് നൗണിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, രണ്ട് ഞാൻ പറഞ്ഞില്ല എന്തിനെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിന്റെ സ്ഥലമാണ് കാണിക്കുന്നത്, സ്ഥലം കാണിക്കാം, ടൈം കാണിക്കാം, ഓക്കെ, പ്ലേസ് കാണിക്കാം, ഡയറക്ഷൻ കാണിക്കാം. ഇത് എവിടെയാണെന്നാ കാണിച്ചത്? ഗാർഡന്റെ അകത്താ. അപ്പൊ എന്നാ കാണിച്ചത്? പ്ലേസ് ആ കാണിച്ചത്. ഓക്കെ, ഇനി ഗേൾ ഇസ് ഫോണ്ട് ഓഫ് മ്യൂസിക്. ഫെയർ ലിറ്റിൽ ഗേൾ സാറ്റ് അണ്ടർ ദി, മരത്തിന്റെ താഴെ ഇരിക്കുമായിരുന്നു. ഓക്കെ, സോ ഇത് ക്ലിയർ ആയല്ലോ. Prepositions are just connectors. They connect between two words. The book is on the table. For example, പറയാവോ? ആൻസർ പെട്ടെന്ന് പറഞ്ഞു. The book is on the table. ആൻസർ എന്നാ? യെസ്, അത്രേ ഉള്ളൂ. ബുക്ക് എന്തിന്റെ പുറത്തിരിക്കുന്നു? ടേബിളിന്റെ പുറത്തിരിക്കുന്നു. രണ്ട് നൗണിനെ കാണിച്ചേക്കണേ. നൗൺ ആകാൻ ഞാൻ പറഞ്ഞില്ല, എന്ത് വേണമെങ്കിലും ആകാം. എന്റെ പൊസിഷൻ കാണിച്ചതിന് പറഞ്ഞാൽ ടേബിളിന്റെ പുറത്തിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. മൂവ് ചെയ്യട്ടെ. ഈ കൺജങ്ഷൻ എന്ന് പറഞ്ഞാല് വളരെ ഈസിയാ. ഈ ആൻഡും ഇതൊക്കെയാ വാക്ക്. ദാറ്റ് വേർഡ്സ് ദാറ്റ് ആർ യൂസ് ടു ജോയിൻ വേർഡ്സ് ഓർ സെന്റൻസ്. രണ്ട് വാക്കിനെ അല്ലെങ്കിൽ രണ്ട് സെന്റൻസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ വാക്ക്, സിംഗിൾ വേർഡ്. ഓക്കെ, രാം ആൻഡ് ഹരി, ഇത് രണ്ട് വാക്കുകൾ. ഓക്കെ, രണ്ട് വാക്കുകൾ. അതിനെ ജോയിൻ ചെയ്യുന്നത് നമ്മൾ ആൻഡിന് പറഞ്ഞ കൺജങ്ഷൻ വെച്ചാ. ഓക്കെ, അത് രണ്ട് വാക്കാകാൻ, രണ്ട് സെന്റൻസ് ആകാം. ഇപ്പൊ ലൈക്ക് ഐ റാൻ ഫാസ്റ്റ്, ഇതൊരു സെന്റൻസ് ആണ്. ആ സെന്റൻസിനെ വേറൊരു സെന്റൻസിനോട് ജോയിൻ ചെയ്ത് എന്ത് വെച്ച? ബട്ട് വെച്ച. ഓക്കെ, സോ ബട്ട് ഒരു കൺജങ്ഷൻ. അപ്പൊ ഓർത്ത് ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ബട്ട് ഒരു കൺജങ്ഷൻ, ഓർ ഒരു കൺജങ്ഷനാ, പിന്നെ ഈ ആൻഡ് ഒരു കൺജങ്ഷൻ. ഓക്കെ, ഇത്ര ഓർത്തിരുന്നോളൂല്ലോ. സോ കൺജങ്ഷൻ എന്താ? ഒരു വാക്കാ. അത് വെച്ച് നമുക്ക് രണ്ട് വാക്കിനെയോ അല്ലെങ്കിൽ രണ്ട് സെന്റൻസിനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നേ, അതിനെ പറയുന്ന കൺജങ്ഷൻ. സിമ്പിളാ. കൺജങ്ഷൻ ഇസ് എ വേർഡ് യൂസ് ടു ജോയിൻ വേർഡ്സ് ഓർ സെന്റൻസ്. ആൻഡ് സീത ആൻഡ് ഗീത, റാം ആൻഡ് രാഹുൽ. ഓക്കെ, ഇത് ഓർത്തിരിക്കാമല്ലോ. ഇനി കൺജങ്ഷൻസ് 3 ടൈപ്പാ. അത് നോക്കിക്കേ. ഇത് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, നിങ്ങൾ അത് നോക്കിയാൽ മതി. 3 ടൈപ്പ് കൺജങ്ഷൻസ് ഉണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആൻഡ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ഇത്രേ ഉള്ളൂ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ വേർഡ്സും ഫ്രേസസും ഇതിനൊക്കെ ജോയിൻ ചെയ്യും. സബോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ഒരെണ്ണം ഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, കോറിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്നായാ? ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന പെയർസിലാ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, വേർഡ്സ് പെയർസിലായിരിക്കാം. ലൈക്ക് ബോത്ത്. ഓക്കെ, ഐദർ ഓർ നോർ. കേട്ടിട്ടില്ല? ഐദറിന്റെ കൂട്ടത്തിൽ എപ്പോഴും പോകുന്ന വാക്ക് ഏതാ? ഓറേ പോത്തും. ഓർത്ത് വെച്ചോണേ. ഐദറിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈദറിന്റെ കൂട്ടത്തിൽ ഓർ പോവും, നൈദറിന്റെ കൂട്ടത്തിൽ നോറേ പോത്തും. ഓക്കെ, ഓർത്ത് വെച്ചോ. അതാ കോറിലേറ്റീവ്. കോറിലേഷൻ വേണം. സബോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് തന്നെ അർത്ഥമുണ്ട്. ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റ്. ഒരെണ്ണം ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആയിരിക്കും, തന്നെ നിൽക്കാനുള്ള കെൽപ്പുണ്ട് ഒരു സെന്റൻസിന്. വേറൊരു സെന്റൻസിന് നിൽക്കാനുള്ള കെൽപ്പുണ്ട്. ആ കൂട്ടത്തിലുള്ള സെന്റൻസിന് ഇവനില്ലാതെ ആ അപ്പുറത്തുള്ള സെന്റൻസിന് ഒരു നിലനിൽപ്പുമില്ല. അതാ സബോർഡിനേറ്റിംഗ്. കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റൻസസിനെ അല്ലെങ്കിൽ രണ്ട് വാക്കിനെ, രണ്ട് ഫ്രേസിനെ കണക്ട് ചെയ്യുന്ന പറയുന്ന കോർഡിനേറ്റ്. പ്രത്യേകിച്ച് അത് ജസ്റ്റ് ഞാനൊന്ന് ഇച്ചിരി പറഞ്ഞെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് സംശയമുണ്ട്. മെയിൻലി കൺജങ്ഷൻ എന്താണെന്ന് ഓർത്തു വെച്ചു. ഇത് ക്ലിയർ ആണോ? ഇന്റർജെക്ഷൻ അത്
വളരെ സിമ്പിൾ. An interjection is a word which expresses sudden feeling. നമുക്കിപ്പോ പെട്ടെന്ന് അയ്യോ അമ്മേ എന്ന് പറയത്തില്ലേ, ഉറേ. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാ ഇത്. ശ്രദ്ധിച്ചോ? എക്സ്ക്ലാമേറ്ററി മാർക്ക്, അലാസ്, വാവ്, ഓക്കെ, OMG, ഇതിന്റെ എല്ലാത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു സാധനം വരും. എക്സ്ക്ലാമേറ്ററി മാർക്കില്ലേ, അത് വരും. ഓക്കെ ഓക്കെ ഇറ്റ് എക്സ്പ്രസ് സഡൻ ഫീലിംഗ്സ്. സഡൻ ആയിട്ട് വരുന്ന ഫീലിംഗ്സിനെ പറയുന്ന ഇന്റർജെക്ഷൻ. ഓക്കെ ഇത്ര വരെ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെയാണ്. ആ പേജ് ഒന്ന് ചുമ്മാ വായിച്ച് പെട്ടെന്ന് വായിച്ചു വിട്ടേ. മടുത്തില്ലല്ലോ പിള്ളേര്? ഒത്തിരിയൊന്നുമില്ല. നെക്സ്റ്റ്, ഇനിയും ഈ 8 ഒരു പ്രശ്നമുണ്ട്. അതൊന്ന് വായിച്ചേ. സം മോഡേൺ ഗ്രാമേഴ്സ് ഇൻക്ലൂഡ് ഡിറ്റർമിനേഴ്സ് അമംഗ് ദി പാർട്സ് ഓഫ് സ്പീച്ച്. പക്ഷെ എല്ലാത്തിലും ഇല്ലേ, അതുകൊണ്ടാണ് ഇത് എക്സെപ്ഷണൽ ആയിട്ട് വെച്ചത്. ഡിറ്റർമിനർ എന്നാ, ദേ ആർ വേർഡ്സ് ലൈക്ക് എ ആൻഡ് ദ, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, അങ്ങനെ പലതും പലതും വിച്ച് ഡിറ്റർമിൻ നോട്ട് ലിമിറ്റ് ദി മീനിങ് ഓഫ് ദി നൗൺസ് ഇൻ ദിസ് ബുക്ക് ആസ്. ഇപ്പം നമ്മള് ട്രഡീഷണൽ ഗ്രാമറും ഇത് രണ്ടും കൂടെ ചേർത്താ ഓക്കെ ഈ ബുക്കിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൾ ഡിറ്റർമിനേഴ്സ് എക്സെപ്റ്റ് എ ആൻഡ് ദേ ആർ ക്ലാസ്ഡ് അമംഗ് അഡ്ജക്റ്റീവ്സ്. അപ്പം ഈ ഡിറ്റർമിനറിന് നിങ്ങൾ കേട്ടിട്ടുള്ള വാക്ക് എന്തായിരിക്കും എന്നറിയാം? ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ശ്രദ്ധിച്ചിട്ടില്ലേ? എ ആൻഡ് ദ ശ്രദ്ധിച്ചിട്ടില്ലേ? എ ആൻഡ് ദ. Articles or determiners identify and specify the nouns and also function like determiners, like adjectives. 2 type articles ഉണ്ട്, ഡെഫിനിറ്റും ഉണ്ട്, ഇൻഡെഫിനിറ്റും ഉണ്ട്. ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഡെഫിനിറ്റ് ദ വരും, വേറെ ഇൻഡെഫിനിറ്റ് എ ആൻഡ് ആൻ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എക്സ്ട്രാ ആയിട്ട് ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ഡിറ്റർമിനേഴ്സിന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ, എ ആൻഡ് ദ ഓർത്ത് വെച്ചോണേ. ഓക്കെ, they identify and specify the nouns, also function like adjectives. 2 type articles ഉണ്ട്, definite and indefinite articles. ഓക്കെ, ഇത് എക്സ്ട്രാ ആയിട്ടുള്ള ഇതാ, ഇതിനകത്ത് പെടുത്താത്ത ചിലർ ഉപയോഗിക്കും, ചിലർ ഉപയോഗിക്കത്തില്ല. പക്ഷെ എന്താണെന്ന് ഓർത്തിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു, ദിസ് ഇസ് എ ക്യാറ്റ്. ഓക്കെ, ഇതിനകത്ത് എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഡിറ്റർമിനർ, അല്ലെങ്കിൽ നമുക്ക് വേറെ വീട് പറയാം ആർട്ടിക്കിൾ. ഓർത്ത് വെച്ചോണേ, എ അവിടെ തന്നെ ആർട്ടിക്കിൾ ഓർത്തിരുന്നോണേ. ദിസ് ഈസ് അൻ എഗ്, അതില് ആരെന്ന് പറഞ്ഞാല് ആർട്ടിക്കിളാ. ഓക്കെ, ഓർത്ത് പറഞ്ഞാണ് കേട്ടോ. ഇത്ര വരെ ഓക്കെ ആണോ എല്ലാം? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന കൈൻഡ്സ് ഓഫ് സെന്റൻസസ് ആണ്. ഒന്ന് പെട്ടെന്ന് വായിച്ചു പോയിക്കേ. സെന്റൻസസിന്റെ മെയിൻ മീനിങ്ങിന് തന്നെ എന്നായ a group of words which makes a complete sense. അത് റൂളാ. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. ഒരു സെന്റൻസിൽ മൊത്തം സെൻസ് ഉണ്ടാക്കുന്ന വാക്കുകൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആ. ഓക്കെ, പല പല വാക്ക് ചേർത്ത് ഒരു ഫുൾ അർത്ഥം ഉണ്ടാക്കുന്ന പറയുന്ന ആ സെന്റൻസിന് പറയും. ഓക്കെ, a group of words like this which makes a complete sense. Like this ഇല്ലെങ്കിലും കുഴപ്പമില്ല. group of words which makes എന്താ ആവശ്യം? a group of words which make complete sense. Okay, this is called a sentence. 4 ടൈപ്പ് എണ്ണമുണ്ട്. declarative or assertive sentence, interrogative sentence, imperative sentence and exclamatory sentence. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ്. ഓർത്തോണെ, സെന്റൻസിൽ ഫുൾ സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, മൊത്തം വാക്കുകൾ ഫുൾ സെന്റൻസ് ഉണ്ടാക്കിയാൽ മാത്രമേ സെന്റൻസ് ആയി മാറൂ. 4 തരമുണ്ട്. ഡെക്ലറേറ്റീവിന്റെ വേറെ പേര് അസർട്ടീവ്, ഇന്ററഗേറ്റീവ് സെന്റൻസ്, ഇംപെരേറ്റീവ് സെന്റൻസ് ആൻഡ് എക്സ്ക്ലാമേറ്ററി സെന്റൻസ്. ഗോട്ട് ഇറ്റ്? ഇത്ര വരെ ഓക്കെ അല്ലേ?
യെസ് യെസ്. ഇനി ഇതൊന്ന് പെട്ടെന്ന് വായിച്ച്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വായിച്ച്. ഡെക്ലറേറ്റീവ് സെന്റൻസ് അസർട്ടീവ് സെന്റൻസ് ആ പേരിൽ തന്നെ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഓക്കെ, അവൻ അവിടെ ഇരുന്നു. ഹംപ്റ്റി ഡംപ്റ്റി സാറ്റ് ഓൺ കാര്യം. ഓക്കെ, ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ. തീർന്നു. സ്റ്റേറ്റ്മെന്റ്സ് ആ, അതിന് യെസ് ഓർ നോ ഇല്ല. മനസ്സിലായോ? ഈ സ്റ്റേറ്റ്മെന്റ്സ് യെസ് ഓർ നോ ഇല്ല. അതാ അതിന്റെ പ്രത്യേകത സ്റ്റേറ്റ്മെന്റിന്റെ. അതെപ്പോഴും ഓർത്തോണേ. സ്റ്റേറ്റ് ചെയ്തേക്കോട്ടെ. ലൈക്ക് നിങ്ങൾ സൺറൈസസ് ഉണ്ട് ഈസ്റ്റ്, അതുകൊണ്ട് തീർന്നു. സ്റ്റേറ്റ്മെന്റ്സ് ആ, അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ്സ് ആ. യെസ് ഓർ നോ ഒന്നും ഇല്ല അതിന്. അതാ സ്റ്റേറ്റ്മെന്റ്സിന് പറഞ്ഞ അസർട്ട് ചെയ്യുക. അവനവിടെ ഇരിക്കുക. A sentence that asks question, ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ എന്നാ അത് ഇന്ററഗേറ്റീവിന് പറയും. Where do you live? What are you doing? What are you eating? അതാ ഇന്ററഗേറ്റീവ് സെന്റൻസ്. WH വന്നു കഴിഞ്ഞോ ഇന്റർഗേറ്റീവ്. ഹൗ എല്ലാം ഉണ്ട്. HOW അതും ഉണ്ട്. ഒത്തുവച്ചോണേ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ എല്ലാ സാധനവും ഇന്റർഗേറ്റീവ്. സ്റ്റേറ്റ്മെന്റ് പറയാൻ എല്ലാ ഡെക്ലറേറ്റീവ്. പിന്നെ ഇമ്പെരറ്റീവ് എന്നാ കമാൻഡ്. ഇപ്പൊ ഈ എൻട്രീറ്റി ഒന്നും വേണ്ട. ഇപ്പൊ ഇത് ഇച്ചിരി കൂടി വാക്കാണെങ്കിൽ അത് കളഞ്ഞേക്കാം. കമാൻഡ് പോയി ഇരിക്കാൻ പറയത്തില്ലേ? അല്ലെങ്കിൽ ഏത് രീതിയിലും ആകാം കമാൻഡ്. വെറും കമാൻഡ് രീതി മാത്രമല്ല, റിക്വസ്റ്റ് ആകാം. ഓക്കെ, കമാൻഡ് ആകാം. ബി ക്വൈറ്റ്, ഷട്ട് അപ്പ്, ഹാവ് മെർസി ഓൺ അസ്. സാധാ കമാൻഡ് അല്ല, പല രീതിയിലും കമാൻഡ് ഉണ്ട്. റിക്വസ്റ്റോടെ പറയാം കമാൻഡ്. വലിയ തീർപ്പിച്ച് പറയാം. ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ ചാടിത്തുള്ളി പറയാം. സിറ്റ് ഡൗൺ നമ്മൾ പല രീതിയിൽ പറയാം. ഇരിക്കൂന്നും പറയാം, ഇരുത്താനുമുള്ള നമുക്ക് രീതി പറയാം. സോ ലൈക്ക് യു ഹാവ് കമാൻഡ്സ്, റിക്വസ്റ്റ് and all these things in imperative sentences. Okay, so be quiet, have mercy on us. Fourth one, exclamatory, strong feelings. What a shame. നാണോ ഇല്ലെന്ന് ചോദിക്കത്തില്ലേ? How cold the night is. You ഇതൊക്കെ സ്ട്രോങ് ഫീലിങ്സിനെ പറയുന്നത് എക്സ്ക്ലാമേറ്ററി. 4 സെന്റൻസസ് ക്ലിയർ ആയല്ലോ. സ്റ്റേറ്റ്മെന്റ്സ് വരുന്നേ, ക്വസ്റ്റ്യൻസ് വരുന്നേ, കമാൻഡ്സ് വരുന്നേ, and the last one is feelings expressed, especially strong feelings. That is called exclamatory. Is it clear for you? സംശയം ഉണ്ടെങ്കിൽ Yes, പെട്ടെന്ന് ചോദിച്ചോ. clear. വായിച്ചെങ്കിൽ എന്നോട് പറയണേ. ഡെക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെന്റൻസ്, അവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയും. ഇന്റർഗേറ്റീവിന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുക. ഇമ്പെരറ്റീവിന് പറഞ്ഞാൽ കമാൻഡ് എക്സ്പ്രസ് ചെയ്യുക. എക്സ്ക്ലാമേറ്ററി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യൂ. അത്രേ ഉള്ളൂ. ഓക്കെ, വായിച്ചെങ്കിൽ പറയണേ. ഞാൻ മാറ്റാണ്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് പറയണേ. വായിച്ചു കഴിഞ്ഞു. ഇനി ബേസിക് സ്ട്രക്ചർ ഓഫ് എ സെന്റൻസ്. പല സെന്റൻസ് ഒക്കെ ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു പ്രെഡിക്കേറ്റും ഉണ്ട്. ഓർത്തോണേ, ഒരു നോർമൽ സെന്റൻസിൽ ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു പ്രെഡിക്കേറ്റും. സബ്ജക്റ്റ് സബ്ജക്റ്റ് it's usually a noun or a word that names a person, place or thing. Okay, generally the subject of a sentence tells or what the subject is about. Who or what the subject. ഓർത്ത് വെച്ചോണേ, സബ്ജക്റ്റ് ഒരു noun ആയിരിക്കും. ഓക്കെ, that names a thing or person, എന്ത് വേണമെങ്കിലും. ആ സബ്ജക്റ്റ് നമ്മളോട് ആരാ, എന്താ, സെന്റൻസിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ തരും. സബ്ജക്റ്റ് ഓർത്ത് വെച്ചോണേ. നേരെ പ്രെഡിക്കേറ്റ്, അവിടെ നിർബന്ധമായിട്ട് ഒരു വേർബ് വേണം, ക്രിയ വേണം. ഓക്കെ, അതെന്താ ചെയ്യുന്നത്? അത് എക്സ്പ്രസ് ആക്ഷൻ കാണിക്കാം, എക്സിസ്റ്റൻസ് കാണിക്കാം, ഒക്കറൻസ് കാണിക്കാം, എന്ത് വേണം. ഓക്കെ, ഇത്ര ക്ലിയർ ആയല്ലോ. സബ്ജക്റ്റ് ഇസ് ദി നൗൺ ഓർ ദി നൗൺ ഫ്രേസ് ദാറ്റ് ഇസ് ഡൂയിങ് ഇൻ ദി സെന്റൻസ്. ഓക്കെ, നൗൺ അത്ര നിങ്ങൾക്ക് ഓർത്തിരിക്കാമല്ലോ. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാല് എന്നാ, ദാറ്റ് ഫോളോസ് ദി സബ്ജക്റ്റ്. ഓക്കെ, ആൻഡ് ടെൽ സബ്ജക്ട് what the subject does. ഈ സബ്ജക്ട് എന്താ ചെയ്യുന്നേ? ഇപ്പം മേരി
മാരി എന്നാ ചെയ്യുന്നു? ഓടുന്നു. ഓക്കെ, റൺസ്. ഇനി അതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാല് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ വെർബ് എവിടെ വരണം, എവിടെ വേർബ് വരണോ അവിടെ തൊട്ട് മൊത്തം പ്രെഡിക്കേറ്റാ. അതുകൊണ്ടാണ് ഞാൻ രണ്ടാണ് സെന്റൻസ് ഒരുപോലെ തന്നത്. പിന്നെ മാരി വന്നു. മാരി എങ്ങനെയാ? റൺസ് ദി റേസ് ക്വിക്ലി. സി, ഈ ഇവിടെ കഴിഞ്ഞിട്ടില്ല ഈ വേർബ്. ഇത് കണ്ടോ? ഇത് കഴിഞ്ഞിട്ട് സെന്റൻസ് എത്ര നീണ്ടാലും കുഞ്ഞായാലും അത് ഫുള്ള് പ്രെഡിക്കേറ്റ് ആയിരിക്കും. എവിടെ വേർബ് വരണോ അവിടെ തൊട്ട് ഫുള്ള് പ്രെഡിക്കേറ്റ്. അത് മനസ്സിലായല്ലോ? അത്ര ക്ലിയർ ആയല്ലോ നിങ്ങക്ക്? ഹലോ, യെസ് യെസ്. സംശയമുണ്ടോ? നോ മാം, ക്ലിയർ ആണ്. ഞാനൊരു എക്സാമ്പിൾ തരാം. നിങ്ങൾക്കിപ്പം ഇതിന്റെ അകത്ത് തന്നെ ഒരെണ്ണം തരാമല്ലോ. ദ സൺ ദ സൺ ഷൈൻസ് ബ്രൈറ്റ്ലി. ഇതിനകത്ത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്ന് പറഞ്ഞേ. സബ്ജക്റ്റ് എന്നാ? എന്നുള്ളത് the sun is the ദ subject. സൺ. ഗുഡ്. പ്രെഡിക്കേറ്റ് എന്നാ? Shines brightly. യെസ്, ഗുഡ്. ഇനി ആർഷനോടാണ്. നൗൺ കണ്ടിട്ട് ബാക്കി ഓർത്ത് വെച്ചോണം. ഹെൽപ്പിംഗ് വേർബ് ആയിരുന്നു. ഞാൻ നേരത്തെ നിങ്ങളെ ഹെൽപ്പിംഗ് വേർബും പഠിപ്പിച്ചാണ്. അതെല്ലാം വേർബിനകത്ത് പെടുന്നതാണ്. ഇനി ആർഷയാണ്. ആർഷ പറഞ്ഞേ. റാണി ഈസ് എ ഗുഡ് സിംഗർ. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും പറഞ്ഞേ. ആർഷ. റാണിയല്ലേ സബ്ജക്ട്? വെരി ഗുഡ്. പ്രെഡിക്കേറ്റോ? ഗുഡ് സിംഗർ. ആ, ഇസ് എ ഗുഡ് സിംഗർ. ഈസ് എ ഗുഡ് സിംഗർ തൊട്ടേ വേണേ, ഓർത്ത് വരുന്നോണേ. ഇനി ഹനാൻ ഒന്ന് പറഞ്ഞേ. ഹനാൻ പറഞ്ഞേ. ഹനാൻ അവിടെ ഉണ്ടോ? ഹീ സബ്ജക്ട്. വെരി ഗുഡ്. എയ്റ്റ് ആൻ ആപ്പിൾ പ്രെഡിക്കേറ്റ്. വെരി ഗുഡ്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു പ്രെഡിക്കേറ്റും ഉണ്ട്. അപ്പൊ സബ്ജക്റ്റ് എന്നാ? നൗൺ ആയിരിക്കും. പ്രെഡിക്കേറ്റ് ആ വേർബ് തൊട്ട് മൊത്തം ഉള്ള ആളാ നമ്മുടെ പ്രെഡിക്കേറ്റ്. ഇത് ക്ലിയർ ആയല്ലോ? ഒന്ന് നോക്കിയേക്കാം. അത് നോക്കിയിട്ട് നമ്മള് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ് പറഞ്ഞേക്കണേ എന്നോട്. വായിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി റേസസ് ആണ്. ഓർത്തിരുന്നേ, ഇതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് വിച്ച് മേക്സ് സം സെൻസ്. ഒരു ഇച്ചിരി വ്യത്യാസം ഓർത്തോണേ. നമ്മൾ സെന്റൻസിൽ എന്നാ പഠിച്ചത്? ഈ ഫ്രേസസും സെന്റൻസ് തമ്മിലുള്ള വ്യത്യാസം എന്നാ പഠിച്ചത്? ആരെങ്കിലും പറയും? സെന്റൻസ് കംപ്ലീറ്റ് സെൻസ് ആണ്. യെസ്, വെരി ഗുഡ്. സെൻസ് ആണ്. ഇത് സബ് സെൻസ്. അത് വലിയൊരു വ്യത്യാസം തന്നെയാണ് കേട്ടോ. ഫ്രേസസിനകത്ത് എന്തായാലും ഒരു ചെറിയ സെൻസേ വരത്തു, പക്ഷെ നമുക്ക് ഫുൾ മീനിങ് കിട്ടത്തില്ല. വാട്ട് മൈ പോയിന്റ്? ഓക്കെ, നേരെ തിരിച്ച് നമ്മളുടെ ഇവിടെയോ എവിടെയാ? സോറി, നമ്മുടെ സെന്റൻസിനകത്ത് ഫുൾ അർത്ഥം കിട്ടും. ഓക്കെ, അത് വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. സോ a group of words which makes some sense. ഓക്കെ, അത് ഓർത്തിരുന്നോളൂല്ലോ.
Now, they do contain finite verbs. ഈ finite verbs എന്നാ അറിയോ? Verbs that show tense. അത്രയും. ഓക്കെ, അത് എല്ലാത്തിനും വരണമെന്നില്ല, ചിലതിൽ വരാറുണ്ട്, അതുകൊണ്ട് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഈ ഫൈനൈറ്റും നോൺ ഫൈനൈറ്റും വായിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും? ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, അവർ ടെൻസ് കാണിച്ചു, പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ. ഓക്കെ, സബ്ജക്റ്റിനോട് അഗ്രി ചെയ്യും, ഡിസഗ്രി ചെയ്യും, ചിലപ്പോൾ നമ്പർ ആയിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ പേഴ്സൺ ആയിരിക്കും കാണിക്കുന്നത്, അതാ ജസ്റ്റ്. ഓക്കെ, ഇപ്പൊ ലൈക്ക് ഒരു സെന്റൻസ് വന്നു, ഈ ചിലതിനുണ്ട്, എപ്പോഴും കാണിക്കത്തില്ല, ചിലതിന് ഈ ഫൈനൈറ്റ് ദേ ഡു കണ്ടെയ്ൻ ഫൈനൈറ്റ് വേർബ്സ്, ഡു കണ്ടെയ്ൻ ഉള്ളൂ. ഇൻ സം ഫ്രേസസ് ദേ ഹാവ്. അപ്പൊ ഞാൻ പറയാം എവിടെ വരും, എപ്പോഴും വരാറില്ല, പക്ഷെ വരുമ്പോൾ ഈ ഫൈനൈറ്റ് വേർബ്സിന്റെ എക്സാമ്പിൾ ഞാൻ അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, അവസാനം പറഞ്ഞത് ക്ലിയർ ആയില്ല കേട്ടോ. ഏതാ ഫൈനൈറ്റ് വേർബ്സ് ആണോ? ആ, ഫൈനൈറ്റ് വേർബ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഷോ ടെൻസ്. ടെൻസിന് പറഞ്ഞ ടൈം, ഓക്കെ, പേഴ്സൺ ഓർ നമ്പർ, അത്ര ഓർത്തിരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാം, അത് ക്ലിയർ ആകാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പഠിച്ചില്ലല്ലോ ടെൻസസ്, അതുകൊണ്ടാണ്. ഇപ്പം ആരാണോ, റംസാൻ അല്ലേ, ഹീ പ്ലേസ് ഫുട്ബോൾ. അതില് നമ്മൾ ഹീ പ്ലേ ഫുട്ബോൾ ആണോ പറയുന്നത്, ഹീ പ്ലേസ് ഫുട്ബോൾ എന്നാണോ? പ്ലേൻ ആണോ പറയുന്നത്? ഹീ പ്ലേ ഫുട്ബോൾ ആണോ ഹീ പ്ലേസ് ഫുട്ബോൾ? അതിനങ്ങനെ പറയുന്നത് ആ. അപ്പൊ മെയിനായിട്ട് ഈ നമ്മൾ ടെൻസിൽ പഠിക്കാതെ യൂഷ്വലി നമ്മളിപ്പം ഹീ ഷീനൊക്കെ വന്നാല് അതിൽ എസ് ഫോർമാറ്റ് ആകുന്നത്. ലൈക്ക് നമ്മൾ ഒരിക്കലും ഷീ പ്ലേ ദേ പ്ലേ എന്ന് പറയത്തില്ല. പ്ലേസ് എന്ന് പറഞ്ഞാല് ഒരു സിംഗുലർ വേർബ്, ഓർത്ത് വെച്ചോണേ, PLAYS. ഇനി നിങ്ങൾ ചോദിക്കാം പ്ലൂറൽ എന്നാ, പ്ലൂറൽ പ്ലേ ആ, മനസ്സിലായോ? ദേ പ്ലേനെ പറയത്തുള്ളൂ, ദേ പ്ലേസിന് ഒരിക്കലും നമ്മൾ പറയത്തില്ല. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അപ്പൊ ഞാൻ അതാ ഈ ഒത്തിരി ഇതിലോട്ട് കടക്കാഞ്ഞത്, നമ്മൾ അതിനകത്ത് വരുമ്പോഴത്തേനും മനസ്സിലായിക്കോളും. പക്ഷെ ഇത് കുറച്ച് മനസ്സിലായില്ലേ, ഈ പ്ലേയും പ്ലേസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ടെൻസ് കാണിക്കും, സബ്ജക്റ്റ് ദേ ഗോ, ഹീ ഗോസ്, ഷീ ഗോസ്, അങ്ങനെ. മെയിൻലി ഫൈനൈറ്റ് വെർബ് എന്ന് പറഞ്ഞാല് ടെൻസിനെ കാണിക്കും, ടൈമിനെ കാണിക്കും, സബ്ജക്റ്റിനെ കാണിക്കും, പേഴ്സണിനെ കാണിക്കും. ഈ സെന്റൻസ് നോക്കണ്ട, ഈ എക്സാമ്പിൾ അത് ഞാൻ ഫ്രേസസിനെ കാണിച്ചു. ഫൈനൈറ്റ് വെർബ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോഴത്തേന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഷീ റൈറ്റ്സ് എ ലെറ്റർ, അതിനകത്ത് റൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഒരു ഫൈനൈറ്റ് വെർബാ. ഇപ്പൊ ഞാൻ ഇതിനകത്ത് എഴുതി കാണിക്കും, ഇപ്പം തന്നെ ക്ലിയർ ഔട്ട് ചെയ്യും, സംശയം. ഷീ റൈറ്റ്സ് ലെറ്റർ. ഓക്കെ, അതില് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് വേർബാണ്. ഫൈനൈറ്റ് വേർബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ്സ്. റൈറ്റ്സ് അവിടെ പ്രസന്റ് ടെൻസിലാണ് കാണിച്ചത്. അവൾ എഴുതുകയല്ലേ ഇപ്പം. ഓക്കെ, ഷീ റൈറ്റ്സ് എ ലെറ്റർ, അവൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഷീ, അത് പ്രസന്റ് ടെൻസിലാണ് കാണിക്കുന്നത്. നേരെ വെച്ച് വേറൊരു എക്സാമ്പിളും കൂടെ കാണിക്കും, അത് കുറച്ചും കൂടെ ക്ലിയർ. ദേ പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഇവിടെ ഇവിടെ ഈ പ്ലേഡ് എന്ന് പറഞ്ഞാലേ നമ്മൾ ഓർക്കും ഏത് തരം വേർബ്. ഈ വേർബിൽ തന്നെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഈ ഫൈനൈറ്റ് വേർബ് എന്ന് പറഞ്ഞാല് പാസ്റ്റ് ടെൻസിൽ, അത് പാസ്റ്റ് ടെൻസിലുള്ള, ഓക്കെ, ഇതൊരു വേർബാ, പക്ഷെ എങ്ങനത്തെ വേർബാ? പ്ലേഡ് എന്ന് പറഞ്ഞാല് പാസ്റ്റ് ടെൻസിലുള്ള വേർബ് അല്ലേ, ശരിയല്ലേ? പ്ലേഡ് ശരിയല്ലേ? പ്ലേയുടെ പ്രസന്റ് അല്ലേ, പാസ്റ്റ് അല്ലേ പ്ലേഡ്. അപ്പൊ അതിനെ പറയുന്ന ടൈം കാണിക്കുന്നതിന് പറയുന്ന നമ്മള് ഫൈനൈറ്റ് വേർബ്. ടൈം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, മൂഡ് കാണിക്കും. ഓക്കെ, അങ്ങനെയാ ഫൈനൈറ്റ് വേർബിന്റെ കാര്യം. ഇപ്പൊ ഇച്ചിരി ക്ലിയർ ആയോ?
ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ഇപ്പോഴും തീർത്തു തരാം. നമ്മളെ ടെൻസ് കാണിക്കും. ഏത് ടെൻസിലാ ആ സെന്റൻസ്? ഇത് പാസ്റ്റ് ടെൻസിലാ സെന്റൻസ്, ശരിയല്ലേ? ദേ പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ, ഇന്നലെ കളിച്ചു. അപ്പൊ അത് പാസ്റ്റിലാ കാര്യം. അതോടെ നമുക്ക് മനസ്സിലായി അത് പാസ്റ്റിലുള്ള ഒരു ടെൻസാ, പാസ്റ്റ് ടെൻസാ. അതിനെ പറയുന്ന കാണിക്കുന്ന വേർബ്സ് ആ ഫൈനൈറ്റ് വേർബ്സ്. അതെങ്ങനെ കാണാൻ പറ്റും? നമ്മൾ ആ വാക്കില് കാണും, ആ വേർബില്. ഓക്കെ, 3 സൈസ് വേർബ് ഇല്ലേ? ലൈക് പ്ലേ, പ്ലേഡ്, അങ്ങനെ പല ടൈപ്പില്ലേ. പ്ലേയിങ്, എത്ര ഉണ്ട്? അങ്ങനെയാ ഉദ്ദേശിച്ചത്. അത് നമ്മള് ഫ്യൂച്ചർ കാണിക്കാൻ അപ്പൊ വില്ല് അതിൽ പെടുവോ? എന്തോ ഫ്യൂച്ചർ കാണാനുള്ള വില്ല് അതിൽ പെടുവോ? അല്ലെങ്കിൽ ഈ വേർഡ്സിന്റെ ഫൈനൈറ്റ് കൂടെ വേർബ്സിനകത്ത്. വരുന്ന ആ ആ അല്ലെങ്കിൽ ഈ പിന്നെ വേർഡ്സിന്റെ കൂടെ ഉറപ്പായിട്ടും വരുന്നതാണ്. ആ ടൈം എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആക്കില്ല. ടൈമും അതുപോലെ തന്നെ പിന്നെന്താ കാണിക്കല്? ആവാം, എന്ത് വേണമെങ്കിലും കാണിക്കാം. വേർബ് ഇപ്പം എന്ത് വേണമെങ്കിലും രീതിയിലാകാമല്ലോ. അത് ഇപ്പം ഞാൻ പറയട്ടെ, ഷീ വിൽ സിങ് ടുമോറോ. ഷീ വിൽ സിങ് ടുമോറോ ഭാവിയിലല്ലേ ആകാൻ പോന്നെ, ഉം. ഫ്യൂച്ചർ അല്ലേ, ശരിയല്ലേ? ഉം. വിൽ സിങ്, ഷീ വിൽ സിങ്. ടുമോറോ വേണ്ട, ഷീ വിൽ സിങ്ങിനെ കേട്ടാൽ തന്നെ ആയില്ലേ? Yeah. യെസ്, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ഫ്യൂച്ചർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് സം സെൻസ്. പിന്നെ വലിയ സെന്റൻസിലാണ് ഫൈനൈറ്റ് വെർബ് കാണിക്കുന്നത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഇനി ഇൻ ദി ഈസ്റ്റ്, ഇൻ ദി കോർണർ. എനിക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്തോ മനസ്സിലായി. ഇൻ ദി കോർണറിൽ എന്താ? ആ ഓക്കെ, ഇന്ന കോർണർ ആരാ, എപ്പോഴാ? ഇൻ ദി ഈസ്റ്റ്. ശരിക്കും ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, അങ്ങനെയല്ലേ സാധാരണ കേട്ടേക്കുന്നേ. ഓക്കെ, അപ്പൊ ഇൻ ദി ഈസ്റ്റ് എന്തോ ഒരു മീനിങ് ഉണ്ടെന്നാലും, പക്ഷെ ഫുൾ മീനിങ് ഇല്ല. അതിനെ പറയുന്ന ആ ഫ്രേസസ് ഓർത്ത് വെച്ചോണേ. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗിവ് us സം മീനിങ്. ഓക്കെ, ഇത്ര ക്ലിയർ ആയല്ലോ. ഇനി ഇത് കുറെ ഉണ്ട്. പിന്നെ നിർബന്ധമില്ല ഇതിനകത്ത് സബ്ജക്റ്റും ഇതും വേണമെന്ന്, ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അവർക്ക് വേർബും ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല. മെയിൻ വേർബ് ഒന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. Now, different kinds of phrases. Noun phrase, പല ഫ്രേസസ് ഉണ്ട്, ഓർത്ത് വെച്ചോണേ. ഫ്രേസ് എന്താണെന്ന് പഠിച്ചല്ലോ. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് സം സെൻസ്, അതിനെ പറഞ്ഞ ഫ്രേസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രേസസ് എന്നാ? നൗൺ ഫ്രേസ്, അപ്പോസിറ്റീവ് ഫ്രേസ്, ജെറൻഡ് ഫ്രേസ്. ഇത് നോക്കിക്കോണേ. നൗൺ ഫ്രേസ്, മീനിങ് പറഞ്ഞുതരാം, ജസ്റ്റ് ഓർത്തിരിക്കാണ്. നൗൺ ഫ്രേസ്, അപ്പോസിറ്റീവ് ഫ്രേസ്, ജെറൻഡ് ഫ്രേസ്, ഇൻഫിനിറ്റീവ് ഫ്രേസ്, വേർബ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസ് ആൻഡ് ആഡ്വേർബ് ഫ്രേസ്. ഇത്ര ഫ്രേസ് ഉണ്ട്. 1 2 3 4 5 6 7 ഫ്രേസ് ഉണ്ട്. 3 ഓർത്തിരുന്നോളൂല്ലോ എത്ര ഫ്രേസ്. ഫ്രേസസ് ഓർത്തല്ലോ. ഒരെണ്ണം കൂടെ ഉണ്ട്, പാർട്ടിസിപ്പൽ ഫ്രേസും ഉണ്ട്, ഓർത്തിരുന്നോണേ. പ്രപ്പോസിഷൻ കുറെ കൂടെ ഉണ്ട്, ഞാൻ അവിടെ എഴുതിയില്ലെന്നുള്ളൂ, വിട്ടുപോയായിരുന്നു. ബാക്കി താഴോട്ട് നമ്മൾ പഠിക്കും, പേടിക്കണ്ട. നൗൺ ഫ്രേസ് എന്നാണെന്ന്? നൗൺ ഫ്രേസ് ഈതർ എ സിംഗിൾ നൗൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടെയ്നിങ് എ നൗൺ. അതൊന്ന് വായിച്ച്. നൗൺ ഫ്രേസ് ഇത്രേ ഉള്ളു, സിമ്പിൾ വേർഡില്. ഓക്കെ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് വർക്ക് ടുഗദർ ലൈക്ക് എ നൗൺ. ഓക്കെ, എവിടെ വരെ നൗൺ ഉണ്ടോ അവിടെ വരെ ഇവനുണ്ട്, നൗൺ ഫ്രേസ്. ഓക്കെ, നിങ്ങൾ അതിനകത്ത് വെർബിനെ കയറ്റി ഇട്ടേക്കൊന്നും ചെയ്തേക്കല്ല. നൗൺ ഫ്രേസ് ഉള്ളവരെ നിങ്ങൾ അത് ചെയ്യാവുള്ളൂ. അപ്പൊ നൗൺ ഫ്രേസ് എങ്ങനെ കിട്ടണേ? ഫ്രേസിന് പറഞ്ഞാല് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വേണോന്ന് നിർബന്ധമാ. ഓക്കെ, ഫ്രേസിന് പറഞ്ഞാല് മോർ ദാൻ 2 വേർഡ്സ് ആ. ഓക്കെ, എപ്പോഴും ഓർത്തോണം. 2 വേർഡ്സ് എങ്കിലും മിനിമം വേണം ഒരു ഫ്രേസിൽ, അത് ഓർത്തോണം. അണ്ടർലൈൻ ചെയ്യുമ്പോഴത്തേന് ഒറ്റ വാക്കേ കയറി ചെയ്തേക്കല്ല. നൗൺ വേറെ, നൗൺ ഫ്രേസ് വേറെ.
ഓക്കെ. രണ്ടാമത്തെ കാര്യം എപ്പോഴും ഓർത്തോണം, അതൊരു പേഴ്സൺ ആകാം, പ്ലേസ് ആകാം, തിങ് ആകാം, ഐഡിയ ആകാം. യൂഷ്വലി ഒരു മെയിൻ നൗൺ കാണും അതിനകത്ത്. അത് എന്നായിരിക്കും ഡിസ്ക്രൈബിങ് ദാറ്റ് വേർഡ്. ഒരു വാക്കിനെ മെയിൻ ആയിട്ടുള്ള ഒരു നൗൺ കാണും. ഓക്കെ. വെറുപ്പൊന്നും ഇതിനകത്ത് കയറി ചാടി കയറി ചെയ്തേക്കണ്ട്. ഓക്കെ. ഓൾ ദി കിഡ്സ് വെയർ സ്ലീപ്പിംഗ്. നിങ്ങൾക്കറിയാം ഈ വേറും സ്ലീപ്പിങ്ങും ഒരു ഹെൽപ്പിംഗ് വേർബാ. ഈ വേർ അറിയാവല്ലോ, നേരത്തെ പഠിപ്പിച്ചില്ലാന്നോ? ഏസ്, ആം, ആർ. നമ്മൾ ഈ ഇതൊക്കെ ഒരു വേർബ്സാ. ഓക്കെ. ഇനി സ്ലീപ്പിംഗ് പറഞ്ഞാൽ മെയിൻ വേർബ്. ഇപ്പൊ ഇവിടെ വരെ ഓൾ ദി കൈൻഡ്സ്. ഞാൻ കിഡ്സ് നിങ്ങളോട് ഞാൻ പറഞ്ഞ നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പിന്നെ ഫ്രേസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു സെൻസ് വരണം. ദേ ഷുഡ് ഗിവ് സം സെൻസ്. ഓൾ ദി കിഡ്സ് നിങ്ങൾക്ക് ഒരു ഇച്ചിരി മീനിങ് കിട്ടിയല്ലോ. ഓൾ ദി കിഡ്സ്, എല്ലാം കിഡ്സും. അത്ര ക്ലിയർ ആയല്ലോ. നേരെ വെച്ച് നിങ്ങൾ ഒരു എന്താ പറയുക അണ്ടർലൈൻ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തോടെ കൊള്ളാവും ഫ്രേസ്. ഓൾ ദി കിഡ്സ് വെയർ തെറ്റിപ്പോ. ഓക്കെ. ഓൾ ദി കിഡ്സ് മാത്രം ഇടുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തോ സെൻസും കിട്ടി, എന്തോ അർത്ഥവും കിട്ടി. ഓൾ ദ കിഡ്സ് ഉണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ അതിലൊരു നൗൺ ഉണ്ട്, കിഡ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. സോ അത്ര ക്ലിയർ ആയല്ലോ. യു ആർ എ ട്രൂ ഹീറോ. ഒരു ട്രൂ ഹീറോ ഉണ്ട്. എ ട്രൂ ഹീറോ എന്ന് പറഞ്ഞില്ലേ? ആ ട്രൂ ഹീറോ എന്ന് പറഞ്ഞാല് ഒരു ഹീറോനെ ശരിക്കും എടുത്ത് പറയുന്നുണ്ട്, നൗൺ അവിടെ. ഓക്കെ. ആ ട്രൂ ഹീറോ. എ ട്രൂ ഹീറോ എന്ന് പറഞ്ഞാല് ഇറ്റ് ഗിവ്സ് സം സെൻസ് ഓൾസോ. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഹാസ് എ നൗൺ ഓവർ ദെയർ ഓൾസോ. മിനിമം 2 വേർഡ്സ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞേ. ദാറ്റ് ഗിവ്സ് സം സെൻസ് ഓവർ ദെയർ. ഈ സെന്റൻസ് മറന്നുപോയിക്കല്ലോ ഫ്രേസസിന്റെ. A group of words which make some sense. വ്യക്തമായിട്ട് ഓർത്തോണം, അല്ലെങ്കിൽ തെറ്റുവേ. A group of words which makes some sense. Minimum. Okay. അതിലൊരിക്കലും കയറ്റി ഈ വേർബിനെ കയറ്റി ഇട്ടേക്കല്ല. ഈ ഇപ്പൊ നൗൺ ഫ്രേസിന്റെ അവിടെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം തരാം. അപ്പോഴേ എനിക്ക് ക്ലിയർ ആവും, നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? The little boy is playing. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഇവിടെ നൗൺ ഫ്രേസ് എന്നാണെന്ന് പെട്ടെന്ന് പറഞ്ഞേ. It should convey some meaning. ഓക്കെ, പറഞ്ഞു. The little boy. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഹനാൻ പറഞ്ഞേ. മാം വൺ സെക്കൻഡ്. The little boy is playing എന്നുള്ളതില് ബോയ് ലിറ്റിൽ ബോയ് അത്രേ ഉള്ളൂ. അല്ല, അതുപോലെ തന്നെ ബോയ് ഈസ് പ്ലേയിങ് എന്നുള്ളതും പറ്റുമോ? The little boy playing. നോ. ശേഷം ലാസ്റ്റിലേക്കുള്ള സെന്റൻസ് once more. The boy is playing. ഇല്ല, അപ്പം വേറെ വാക്ക് പോയില്ല. ലിറ്റിൽ ബോയ് ഈസ് പ്ലേയിങ്. സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റത്തില്ല. ആ ലിറ്റിൽ ബോയ് അല്ലെങ്കിൽ ഇത്ര ഉള്ളല്ലോ. വേറെ എന്നാ റംസാൻ പറഞ്ഞത്? ഇത്ര ഉള്ളല്ലോ. ബോയ് ഈസ് പ്ലേയിങ്. ഇല്ല, ഞാൻ പറഞ്ഞില്ല ഒരിക്കലും നൗൺ ഫ്രേസിനകത്ത് വെർബ് കയറ്റി ഇട്ടേക്കണ്ട്. അയ്യോ, നൗൺ ഫ്രേസാ മോനെ. ഓക്കെ. നെക്സ്റ്റ് ഹനാൻ പറഞ്ഞേ. Bunch of grapes is on the table. പറഞ്ഞേ. A bunch of grapes. അത്രേ ഉള്ളൂ, തീർന്നു. ഓക്കെ. ഇനി ആർഷ. A best friend is lives in Delhi. ആർഷ പറഞ്ഞേ. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നൗൺ ഫ്രേസ് ക്ലിയർ ആയല്ലോ. ഓക്കെ, രണ്ടാമത്തേലോട്ട് പെട്ടെന്ന് കിടക്കാം. അപ്പോസിറ്റീവ് ഫ്രേസ്. ഈ അപ്പോസിറ്റീവിന് വാക്ക് കണ്ടാലേ ഉണ്ടല്ലോ, റീനെയിമിങ്. ഓർത്ത് വെച്ചോണേ. റീനെയിം, ഒരു സാധനത്തിനെ റീനെയിം ചെയ്യും. ഒരു നൗണിനെ വേറെ നൗൺ വെച്ച് നമ്മൾ റീനെയിം ചെയ്യും, റീപ്ലേസ് ചെയ്യും. റീനെയിമോ റീപ്ലേസോ ഓർത്ത് വെച്ചോണേ. ശരിക്കും മോഡിഫൈ ഒന്നും ചെയ്യുന്നില്ല, ഓർത്ത് വെച്ചോണം. ഒരിക്കലും മോഡിഫൈ ചെയ്യത്തില്ല.
ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതല്ല ബോബ് വീട്. ബോബ് നമ്മൾ പഠിക്കുള്ളൂ. നമ്മുടെ നരേന്ദ്രമോദി ആരാ ശരിക്കും? പറഞ്ഞേ. ഹലോ, മിനിസ്റ്റർ, നരേന്ദ്രമോദി ആരാ? പ്രൈം മിനിസ്റ്റർ. അത്രേ ഉള്ളൂ. നിങ്ങക്ക് ക്ലാരിറ്റി കിട്ടിയോ? അത് വെച്ച് പുള്ളിയുടെ പേര് മാറിപ്പോയില്ലല്ലോ. ഞാൻ എന്റെ പുള്ളിയുടെ പേര് മാറ്റിയില്ലല്ലോ. നരേന്ദ്രമോദിയുടെ പുള്ളി ആരാ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ. നിങ്ങക്ക് കാര്യം കത്തി, അത്രേ ഉള്ളൂ. അതറിഞ്ഞാൽ റീനെയിം ചെയ്തേ ഉള്ളൂ. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അതുകൂടെ വേണേ. ഓക്കെ. ബോബ് മൈ ഫ്രണ്ട് വർക്ക്സ് ഹിയർ. മൈ ബെസ്റ്റ് ഫ്രണ്ട് ബോബ് വർക്ക്സ് ഹിയർ. ഓക്കെ. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ ഒരാളുടെ പേര് എന്ത് ചെയ്താലും ആളുടെ പേര് മാറാൻ പാടില്ല. ജസ്റ്റ് റീനെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവന്റെ സ്കില്ലോ അതുകൊണ്ട് എന്റെ ഫ്രണ്ട് ആണെന്നോ. ഞാനിപ്പം മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഓക്കെ, മൈ ഫ്രണ്ടിനെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞാലും എന്നാ വലിയ ഇതൊന്നും വരുന്നില്ല. ഫ്രണ്ട് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം എപ്പോഴും. ഇപ്പം നിങ്ങൾ ഓർത്തിരുന്നോ, ഞാൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേകമായിട്ട് ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ തന്നു. അതല്ലേ നിങ്ങളോട് ഞാനിപ്പോ ചോദിച്ചില്ല. ഇപ്പൊ റംസാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല ആരാ നമ്മുടെ PM ആരാ? PMന്റെ പേരെന്നാ? നരേന്ദ്രമോദി ആരാ? നമ്മുടെ PM ആ. ഹി ഗേവ് മി ആൻ എക്സ്ട്രാ ഇൻഫോർമേഷൻ. ശരിയല്ലേ? റംസാൻ എനിക്കൊരു എക്സ്ട്രാ ഇൻഫോർമേഷൻ അല്ലേ തന്നത് നരേന്ദ്രമോദിനെ കുറിച്ച്? ഇനി ഞാൻ എന്റെ ഒരു എന്റെ ബ്രദറിനെ പറയുന്നത്, മൈ ബ്രദർ. ആ പുള്ളീനെ കുറിച്ച് ഞാൻ എന്റെ ബ്രദറിനെ കുറിച്ച് പറഞ്ഞ സ്കിൽഡ് ഗിറ്റാറിസ്റ്റ്. അപ്പൊ ശരിക്കും അവിടെ വന്നേക്കണേ. ഞാൻ അവിടെ എക്സ്ട്രാ ഇൻഫോർമേഷൻ എന്നാ തന്നേക്കണേ നിങ്ങളോട് എന്റെ ബ്രദറിനെ കുറിച്ച്? സ്കിൽഡ് ഗിറ്റാറിസ്റ്റ്. സ്കിൽഡ് ഗിറ്റാറിസ്റ്റ് വേണേ, അതും വേണേ. അപ്പൊ മനസ്സിലായോ അവിടെ അപ്പോസിറ്റീവ് ഫ്രേസ് എന്നാണെന്ന്? ആ സ്കിൽഡ് ഗിറ്റാറിസ്റ്റ്. ഓക്കെ, ഇതൊക്കെ അല്ലേ ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ തരണേന്ന് പറയുന്നയാ ഈ അപ്പോസിറ്റീവ് ഫ്രേസ്. അത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല, റീനെയിം ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, വേറെ ഒരെണ്ണം കൂടെ തരാം. താജ്മഹൽ. സിമ്പിൾ. താജ്മഹൽ. TV അല്ലേ എപ്പോഴും ഓർത്തോണം, സ്മോൾ അതോരൊക്കെ പറയാം. താജ്മഹൽ, a famous monument in India. ഇതില് അപ്പോസിറ്റീവ് ഫ്രേസ് എന്നാ? ഇത് മൊത്തത്തോടെ ഫ്രേസ് ആകല്ലേ. ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സേ ഉള്ള, ഓർത്ത് വരുന്നോണേ. ഇച്ചിരി മീനിങ്ങേ തരാൻ പാടുള്ളൂ, ഒത്തിരി മീനിങ്ങും തരും. പറഞ്ഞ ഇവിടത്ത് ശരിക്കുള്ള അപ്പോസിറ്റീവ് ഫ്രേസ് എന്നാ? ഫേമസ് മോണ്യുമെന്റ് അത് മാത്രമേ ഉള്ളൂ ഇൻ ഇന്ത്യ. ആ, എപ്പോഴും ഓർത്തണം. ഒരു കോമയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ അവിടെ വരെ എന്തായാലും നിങ്ങള് ഫ്രേസ് പറഞ്ഞോളൂ. ഒരു കോമ, അത് നെക്സ്റ്റ് ഒരു ക്ലൂ തരുക നിങ്ങൾക്ക്. വേറെ ഒരെണ്ണം പറയാവേ, ഇത് നടക്കാത്ത കാര്യമാണ്. ഷേക്സ്പിയർ, ഗ്രേറ്റ് playwright, wrote many. ഇവിടെ പറഞ്ഞേ പോസിറ്റീവ് ഫ്രേസ് ഏതാണെന്ന് ഇപ്പൊ ക്ലിയർ ആവും. കറക്റ്റ് പറഞ്ഞേ ഫാസ്റ്റ്. ആ, അത്രേ ഉള്ളൂ. ഈ കോമാന് മുമ്പേ ഉള്ള സാധനം എപ്പോഴും നോൺ ഫ്രേസ് അപ്പോസിറ്റീവ് ഫ്രേസ് പറഞ്ഞ. അപ്പോസിറ്റീവിന് മാത്രമല്ല, വലിയൊരു സെന്റൻസസിൽ ഒത്തിരി കോമാസ് ഉണ്ടെങ്കിൽ ആ കോമ നിക്കുന്ന വരെ എല്ലാം ഫ്രേസാ. ഓർത്തിരുന്നോളൂല്ലോ. ഇത്ര വലിയ സെന്റൻസ് ആണെങ്കിലാണേ. നമ്മളിപ്പോ വരെ കുഞ്ഞു സെന്റൻസേ പഠിച്ചോളൂ. ഇതൊക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് വൺ, ജെറൻഡ് ഫ്രേസ്. Gerund. Gerund is just a noun with a gerund at its head. ഇനി gerund എന്ന് കുറെ നേരമായിട്ട് മിസ് പറയാം. gerund എന്നാണ് ഈ gerund ഇല്ലേ? വേർബ് പോലെ ഇരിക്കും, പക്ഷെ വേർബ് അല്ല. മനസ്സിലായി?
വെർബ് പോലെ ഇരിക്കുന്നേ ഉള്ളൂ. എപ്പോഴും ഓർത്തോണം, ഒരു ക്ലൂ തരാൻ. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഓർത്തോണം, ഐ ലവ് ബേക്കിംഗ് കേക്ക്സ്. ഈ ബേക്കിംഗ് കണ്ടാൽ തോന്നുന്ന ഒരു വേർബാ. ഒരു 2-3 എക്സാമ്പിൾ ഉണ്ട്, അത് എഴുതി വെച്ചേക്ക്. ഇറ്റ് ലുക്സ് ലൈക്ക് എ വേർബ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ജെറണ്ട് വേർബ് പോലെ തോന്നും. എപ്പോഴും ഒരു INGയിലായിരിക്കും ഇത് നിൽക്കുന്നത്. ഇറ്റ് ഓൾവേസ് എൻഡ്സ് വിത്ത് ആൻ ING. നെക്സ്റ്റ് തിങ്, it acts as a noun in a sentence. And third one, it functions as a subject complement or a complement. ഈ കോംപ്ലിമെന്റ് പറഞ്ഞാൽ അതില്ലാതെ മീനിങ് മൊത്തം കംപ്ലീറ്റ് ആകത്തില്ലെന്നാ പറയുന്നത്. അല്ലെങ്കിൽ മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദി സബ്ജക്ട്. ഓർത്തിരുന്നോണേ, സബ്ജക്റ്റിനെ കുറിച്ച് ഐ ലവ്, ഐ അല്ല അവിടെ സബ്ജക്ട്. സബ്ജക്ട് അവിടെ ഐ ആണ്. ഐ, അവർക്ക് എന്നാ ഇഷ്ടം? കേക്ക് ബേക്ക് ചെയ്യുന്ന ഇഷ്ടം. ഓക്കെ, അങ്ങനെ നമുക്കൊരു ജെറണ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റും. ജെറണ്ട് യൂഷ്വലി ഒരു വേർബ് പോലെ തോന്നും, പക്ഷെ വേർബ് അല്ല. യൂഷ്വലി അത് INGയിലെ നിൽക്കത്തുള്ളൂ. പിന്നെ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ നൗൺ ഇൻ എ സെന്റൻസ്. ഓക്കെ, ഇത്ര ക്ലിയർ ആയോ? വേർബ് പ്ലസ് ING, അത്ര ഓർത്തിരിക്കാമല്ലോ. സിമ്പിൾ തിങ്. വെർബിന്റെ കൂട്ടത്തില് ING ആണെങ്കിൽ അതൊരു ജെറണ്ട. ഇപ്പൊ ഓക്കെ ആയില്ലേ? സെന്റൻസിലാണ്. സെന്റൻസില് പിന്നെ അത് നൗൺ ആയിട്ട് ആ സെന്റൻസിലെ കാണിക്കുന്നത്. ഇത് കണ്ടോ, സ്വിമ്മിങ് ഈസ് ഫൺ. അതിന്റെ ജെറണ്ട് ഏതാ? ജെറണ്ട് ഏതാണെന്നേ ചോദിച്ചോളൂ, ഫ്രേസ് ചോദിച്ചില്ല. ജെറണ്ട് ഏതാണെന്ന് പറഞ്ഞേ. ഫാസ്റ്റ്. ഹലോ, സ്വിമ്മിങ്, അത്രേ ഉള്ളൂ. ഓക്കെ, her hobby is dancing. അതിൽ ജെറണ്ട് അല്ല, ജെറണ്ട് എന്ന് പറഞ്ഞാൽ മതി. Dancing. ഡാൻസിങ്, അത്രേ ഉള്ളൂ. അത് ക്ലിയർ ആയിട്ട്. അപ്പൊ മാം, ഇതില് മാം ഓൾറെഡി തന്നിട്ടുള്ള എക്സാമ്പിളിൽ ഐ ലവ് ബേക്കിംഗ് എന്നുള്ളത് ലവ് ബേക്കിംഗ് ആണല്ലോ അണ്ടർലൈൻ ചെയ്തത്. ആ ലവ് ബേക്കിംഗ് അത് ജെറണ്ട് ഫ്രേസ് ആ മോനെ, ജെറണ്ട് ഫ്രേസ്. അത് ഫ്രേസ്. ഞാനിപ്പം വരെ ജെറണ്ട് നിങ്ങളെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ജെറണ്ട് ഫ്രേസിനെയാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തത്. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഇനി ജെറണ്ട് മനസ്സിലായില്ലെങ്കിലോട്ട് പേടിച്ചിട്ടാ ഞാൻ ജെറണ്ട് കുറെ നേരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജെറണ്ട് ഫ്രേസാ. 2 വേർഡ്സ് വേണം എന്തായാലും യൂഷ്വലി. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചോ, ഈ ജെറണ്ട് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ നൗൺ. ഓക്കെ, ഇറ്റ് ഫങ്ഷൻസ് ലൈക്ക് എ നൗൺ, ഇറ്റ് ആക്ട്സ് ലൈക്ക് എ നൗൺ. പക്ഷെ വേർബിന് പറഞ്ഞാൽ വേർബ് പോലെ തന്നെ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇൻഫിനിറ്റീവ് ഫ്രേസ്. അതിന് പറഞ്ഞാൽ ഇറ്റ്സ് എ നൗൺ ഫ്രേസ് വിത്ത് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് 2 പ്ലസ് വേർബ്. ഓർത്ത് വെച്ചോണേ, ഇത്ര ഓർത്താൽ മതി. 2 പ്ലസ് വേർബ്. അത് സെന്റൻസിൽ വന്നു കഴിഞ്ഞാല് ഇൻഫിനിറ്റീവ് ആണ്. ഓർത്തിരുന്നോണേ. ആ ഒരു ഞാനൊരു എക്സാമ്പിൾ തന്നില്ലേ, 2 പ്ലസ് വെർബിന്റെ കൂട്ടത്തിൽ 2 വന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റീവ്. ഓർത്ത് വെച്ചോണേ. ഇതൊക്കെ സിമ്പിൾ സ്ട്രേറ്റ് കട്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇൻഫിനിറ്റീവ് വേർബ്സ് ബേസ് വെർബിന്റെ കൂട്ടത്തില. അതൊരു വേറെ റൂളാണ്. വെറും വേർബ് പറ്റത്തില്ല. ബേസ് വെർബ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബേസ് വെർബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലൈക്ക് സിംഗ് പോട്ടെ, നിങ്ങളുടെ ഇച്ചിരി
ഡീപ്പർ ആയിട്ട് പറയാം. കെയർ, സോറി, കെയർ, കെയർഫുൾ, കെയർഫുള്ളി. അപ്പം ഇത് കണ്ടോ, ഈ കെയറിന്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്ത് പോവല്ലേ നമ്മള്, ഫുള്ളും ഫുള്ളിയും, ശരിയല്ലേ? ഓക്കെ, അപ്പൊ മെയിൻ വേർഡ് ഏതാ? കെയർ. ഓക്കെ, മനസ്സിലായോ? ആ, അതിനെ പറയുന്ന ബേസ് വേർബ്. ഓർത്തോണം എപ്പോഴും, ടു പ്ലസ് ബേസ് വേർബ്. ബേസ് വേർബിന് എഴുതണേ, വെറും വേർബ് അല്ല, ബേസ് വേർബ്. ഇപ്പൊ ഞാൻ ഒരെണ്ണം പറയാം. ആർഷ പറഞ്ഞേ, സിംഗ് ആൻഡ് സിംഗർ ആൻഡ് സിംഗിങ്. ഇതിനകത്ത് ബേസ് വെർബ് ഏതാ? ആർഷ, ആർഷ എന്നാ സ്പെല്ലിംഗ് പറഞ്ഞേ? സിംഗർ. അല്ലല്ല, ബേസ് വെർബ് സിംഗാ. ഇത് കണ്ടോ, സിംഗിന് പറഞ്ഞ മെയിൻ വേർഡാ. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ER ആഡ് ചെയ്തു, നമ്മൾ ING ആഡ് ചെയ്തു. പക്ഷെ മെയിൻ വേർഡ് ഏതാ? സിംഗ് അല്ലേ? ബേസ് വേർഡ് സിംഗാ. ഓക്കെ, ഇനി ഹനാന് പറയണേ, വേറൊരു വാക്ക് തരുവേ. ഹനാൻ, ഫോട്ടോ, ഫോട്ടോഗ്രഫി, ഫോട്ടോഗ്രാഫിക്. ഏതാ ബേസ് വേർഡ്? ഫോട്ടോ. ഫോട്ടോ, സിമ്പിൾ. അപ്പൊ ഓർത്തിരുന്നോണേ, ബേസ് വേർഡിന്റെ കൂട്ടത്തിൽ ടു ചേർത്ത് കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ ഇൻഫിനിറ്റീവ്. പിന്നെ ഫ്രേസിന് പറഞ്ഞാൽ ഐ ലവ് ടു ബേക്ക് കേക്ക്സ്. ഓർത്ത് വന്നോണം, നമുക്ക് കിട്ടി ഇൻഫിനിറ്റീവ് ഫ്രേസ്. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ, മറന്നു പോവല്ലേ. ഇൻഫിനിറ്റീവിന്റെ ടു ഈറ്റ് എന്ത് പറഞ്ഞ, ടൂന്റെ കൂട്ടത്തിൽ വരുന്ന എല്ലാം ടു റീഡ് ഇംഗ്ലീഷ് ബുക്സ്, എൽസ്, ഇതൊക്കെ ഇതാ. Now, verb phrase. Verb phrase is a phrase consisting of a verb, auxiliary, its complements and the modifier. ഒരു ഓക്സിലറി വേർബ്സിനകത്ത്, ഓക്സിലറി വേർബ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. ഓക്കെ, മെയിൻ വെർബും കാണും, കൂട്ടത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന വേർഡും കാണും. അതിനെ കുറച്ചുകൂടെ നീട്ടി പറയുന്ന വേർഡുകളെ കാണും. ഓക്കെ, സോ ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് ഓൾ ദി ഡേ. ഇതിനകത്ത് ഹാസ് ബീൻ സ്റ്റഡിങ് ഓൾ ദി ഡേ നമുക്ക് വെർബ് ഫ്രേസ് ആയിട്ട് എടുക്കാൻ സാധിക്കും. Now, next one, adjective phrase. It's a group of words that describes a noun or a pronoun in a sentence. It can be placed before or after a pronoun. അത്രേ ഉള്ളൂ. ഇത് സിമ്പിൾ ആഡ്ജക്റ്റീവ്. നിങ്ങൾ ആഡ്ജക്റ്റീവ് പഠിച്ച കാരണം നിങ്ങൾക്ക് സിമ്പിൾ ആയത്. ദ ഗേൾ വിത്ത് ദി ലോങ് ഹെയർ ഇസ് മൈ കസിൻ. അപ്പൊ ഇതിനകത്ത് ഒരിക്കലും ദ ഗേൾ എടുത്തേക്കല്ല്, കാരണം നമുക്ക് വെറും അഡ്ജക്റ്റീവ് മതി. നൗണിനെ, എന്തിനെ കുറച്ചും കൂടെ പുകഴ്ത്തി പറയുന്ന കാര്യത്തിനെ മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടാണ്. അപ്പം ആ ഗേളിനല്ല ഉള്ളത് വിത്ത് ദി ലോങ് ഹെയർ. ഹു ഇസ് നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് സം സെൻസ്. ഓക്കെ, വിത്ത് ദി ലോങ് ഹെയർ. ഹു ഇസ് വിത്ത് ദി ലോങ് ഹെയർ? വി ഡോണ്ട്. ഓക്കെ, അത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെന്നേ ഉള്ളൂ. അഡ്ജക്റ്റീവും വന്നു അതിനകത്ത് ലോങ് ഹെയർ, അതൊരു അഡ്ജക്റ്റീവാണ്. ഓക്കെ, ഗേളിനെ എടുത്ത് പറഞ്ഞല്ലേ, നീണ്ട മുടിയുള്ള പെണ്ണ്, അവളാ എന്റെ കസിന്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ആഡ്വർബ്. അതിന് പറഞ്ഞാല് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് കൻ ആക്ട് ആസ് ആൻ ആഡ്വർബ്. ആഡ്വർബ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാലും വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന. അപ്പം the dad spoke softly to calm her fear. ഓക്കെ, അതിനകത്ത് മെയിൻ ആയിട്ട് ആഡ്വർബ് കണ്ടുപിടിക്കണം. അവിടെ തൊട്ട് നിങ്ങളുടെ ഫ്രേസ് വരും. പ്രപ്പോസിഷണൽ ഫ്രേസ് നിങ്ങളെ നേരത്തെ ഞാൻ പഠിപ്പിച്ചായിരുന്നു. പ്ലേസും ടൈമും റീസണും കാണിക്കുന്നതിന് പ്രപ്പോസിഷൻ ഫ്രേസ് പറയും. ഷീ സിറ്റ് അണ്ടർ ദി ടേബിൾ. സിറ്റ് അണ്ടർ ദി ടേബിൾ, നമ്മള് അണ്ടർ വന്നു. പ്രപ്പോസിഷണൽ ഫ്രേസ് ഞാൻ പഠിപ്പിച്ചായിരുന്നു നേരത്തെ. പ്രപ്പോസിഷൻ പറഞ്ഞാൽ ഇൻ, ഓൺ, അറ്റ്, അണ്ടർ, ബിസൈഡ്, ഇതൊക്കെ എല്ലാം പ്രപ്പോസിഷനാണ്. അപ്പം അവിടെ തൊട്ടുള്ള എല്ലാം ഫ്രേസ് ആയിട്ട് വരും. ഓക്കെ, സോ അണ്ടർ ദി ട്രീ. പാർട്ടിസിപ്പിൾ ഫ്രേസസ് നോക്കിക്കേ, ബിഗിൻസ് വിത്ത് എ പാസ്റ്റ് ഓർ പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതിനെ പറയുന്ന പാർട്ടിസിപ്പിൾ ഫ്രേസസ്. അതിനകത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അത് അണ്ടർലൈൻ ഏതേലും ചെയ്യും പാർട്ടിസിപ്പിൾ ഫ്രേസസിന്റെ അവിടെ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ഇത് പക്ഷെ ഞാൻ നേരത്തെ ഇതിന്റെ ക്ലൂ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ബോർഡ്, അല്ല, ഇത് ഫ്രേസ് വേണം മോളെ. ആണല്ലോ. ഫ്രേസ്. അയ്യോ, ബോർഡ് കറക്റ്റാ, പക്ഷെ ബോർഡ് തൊട്ട് എവിടെ വരെ വേണം? ബോർഡ് തൊട്ട് എവിടെ വരെ വേണം? ബോർഡ് വിത്ത് മൂവി. ആ, ബോർഡ് വിത്ത് മൂവി മോനെ. ഞാൻ പറഞ്ഞില്ലേ, സം സെൻസ് വേണം. ബോർഡ് വിത്ത് മൂവി എന്ന് പറഞ്ഞാൽ കോമ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യണ്ട. കോമ ഉണ്ടെങ്കിൽ അതിന് മുമ്പേ വരെ ഉള്ള എല്ലാ ഞാൻ നേരത്തെ ഒരു കോമാരെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ നിങ്ങളോട്? മറന്നുപോയോ? ഇല്ല. പറഞ്ഞായിരുന്നു. ആ ഞാൻ പറയാം. കോമ, വലിയൊരു സെന്റൻസ് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് കോമ ഇട്ട് പറഞ്ഞില്ലായിരുന്നോ പഠിപ്പിച്ചപ്പോൾ? അപ്പോസിറ്റീവ് ഫ്രേസിനകത്ത് കോമ ഓർമ്മയുണ്ട്. കഴിഞ്ഞിട്ട് ഉള്ള എല്ലാം അവിടെ വരെ നിങ്ങക്ക് കിട്ടും. കോമ കിടപ്പുണ്ടെങ്കിൽ. കോമ എപ്പോഴും കാണാറില്ല യൂഷ്വലി, പക്ഷെ അറ്റ്ലീസ്റ്റ് സം സെൻസ് വേണേ. ഒരു സെൻസ് ഇല്ലെങ്കിലും പറ്റത്തില്ല, സം സെൻസ് വേണം. ഓക്കെ, അല്ലെങ്കിൽ ബോർഡ് വിത്ത് മൂവി, വാട്ട് ഹാപ്പൻ ടു ഹിം എന്ന് ചോദിക്കണം. നെക്സ്റ്റ് പിന്നെ വന്നു ഈ ലെഫ്റ്റ് ഹെർ. വാട്ട് ഡിഡ് ഹി ഡു? ബോർഡ് വിത്ത് ദി മൂവി ഇത്ര കിട്ടി. വാട്ട് ഡിഡ് ഹി ഡു? ഹി ലെഫ്റ്റ് her. ഓക്കെ, ഓക്കെ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇവിടെ വരെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, തീർന്നു. പാർട്സ് ഓഫ് സ്പീച്ച്, നൗൺ. ഇത് കോമൺ നൗൺ ഞാൻ പറഞ്ഞില്ലാന്നോ? ഇത് സിറ്റി ആണെങ്കിൽ സിറ്റിയുടെ പേരായിരിക്കും. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റും. ആപ്പിൾ, ഇത് അതിനൊരു പ്ലൂറലും കാണും. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എയർ, വാട്ടർ. കോൺക്രീറ്റിന് വേണേൽ തൊടാൻ പറ്റും, ആബ്സ്ട്രാക്ട് വേണേൽ തൊടാൻ പറ്റത്തില്ല. പ്രോണൗൺ എന്ന് പറഞ്ഞാൽ ഓക്കെ, നൗൺസിന് പറഞ്ഞാൽ നെയിം, പ്ലേസ്, ആനിമൽ, തിങ്. പ്രോണൗൺസിന് പറഞ്ഞാൽ നെയിം യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഞാൻ ജോൺ എത്ര നേരം പറയും? കുറെ നേരം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ മാറ്റും. പേഴ്സണൽ നൗൺ ഞാൻ പറഞ്ഞു, പേര് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡെമോൺസ്ട്രേറ്റ് ദിസ്, ദാറ്റ്. ഇന്റർഗേറ്റീവ് പ്രൊനൗൺസ് ഹൂ, വിച്ച്, വാട്ട്, അതൊക്കെ. വേർബ്സ് ക്രിയേനെ കാണിക്കുന്നത് പലതരം ഉണ്ട്. ആക്ഷൻ കാണിക്കുന്നത്, ആക്ഷൻ കാണിക്കാത്ത. ഓക്സിലറി വേർബ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഹെൽപ്പിംഗ് വേർബ്സിനാണ് തന്നെ പറയുന്നത്. ഈസ്, ആം, ആർ, വിച്ച്, വാട്ട്, വെയർ, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ആഡ്വർബ്, വേർഡ്സ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ, പലതരം ഉണ്ട്. മാനർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു, പലതരം ഉണ്ട്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ ലെവല് കാണിക്കും. ഫ്രീക്വൻസി, ടൈം, ഇത് നിങ്ങൾ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞാണ് എല്ലാ വാക്കുകളും. അഡ്ജക്റ്റീവ്സ്, കമ്പാരറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, സംതിങ് വേർഡ്സ് ദാറ്റ് ക്വാളിഫൈ എ നൗൺ. കമ്പാരറ്റീവ് ഉണ്ട്, സൂപ്പർലേറ്റീവ് ഉണ്ട്. തിന്നർ, തിന്നസ്റ്റ്. ഓക്കെ, കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 2 അഡ്ജക്റ്റീവ്സ് വേണം ഒരു സെന്റൻസിൽ. ഇത് കണ്ടോ, ഷീ ഹാഡ് എ വൈൽഡ് കേർലി ഹെയർ. അതിനകത്ത് ഹെയറിനെ സൂചിപ്പിക്കുന്ന 2 അഡ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ വന്ന് കോർഡിനേറ്റീവ് അഡ്ജക്റ്റീവ്. പ്രപ്പോസിഷൻ, പ്ലേസിനെ ഇത് കാണിക്കുന്ന, കണക്ട് ചെയ്യുന്ന. ദ കൗ ഈസ് ഇൻ ദി ഗാർഡൻ, എവിടെ? അത് ഗാർഡന്റെ അകത്താണ്. കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ 2 വാക്കിങ്ങനെ 2 സെന്റൻസിനെ ജോയിൻ ചെയ്യുന്ന. ഇന്റർജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീലിങ്സിനെ പറയുന്ന. പിന്നെ ആർട്ടിക്കിൾസ്, ദ, ആൻഡ്. കൈൻഡ്സ് ഓഫ് സെന്റൻസസ്, declarative, assertive, interrogative, exclamatory. Statements, questions, commands, feelings. പിന്നെ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ഉണ്ട് സബ്ജക്റ്റില്, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വേർബ്. അത്രയും. ഫ്രേസസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. ഫ്രേസസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, സം സെൻസ് തരും. ഓക്കെ, പലതരം ഫ്രേസസ് പഠിച്ചു. നൗൺ ഫ്രേസ്, അതിനകത്ത് നൗൺ വേണം. അപ്പോസിറ്റീവ് ഫ്രേസ് ഞാൻ നിങ്ങളോട് പറഞ്ഞ എക്സ്ട്രാ ഇൻഫോർമേഷൻ തരും നൗണിനെ കുറിച്ചായാലും. ജെറൻഡ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ വേർബ് പോലെ ഇരിക്കും, അല്ല, പക്ഷെ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ നൗൺ. ING കാണും കൂട്ടത്തില്. ഓക്കെ, കോംപ്ലിമെന്റോ സബ്ജക്റ്റോ ഇതിനെ കുറിച്ച് പറയുന്നുണ്ടോ. ഇൻഫിനിറ്റീവ് പറഞ്ഞാൽ 2+ ബേസ് വെർബ്. ഓക്കെ, ബേസ് വെർബിന്റെ കൂട്ടത്തിൽ 2 ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റീവ് കിട്ടും. വെർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു വേർബ് എങ്ങനെ മിനിമം അതിനകത്ത് ആ ഫ്രേസിൽ വേണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്ക് അഡ്ജക്റ്റീവ് ഫ്രേസിനകത്ത് വന്നിരിക്കും. ആഡ്വർബ് ഫ്രേസിനകത്ത് ഒരു വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒറ്റ വാക്ക് അതിനകത്ത് വന്നിരിക്കണം. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ
ആ സെന്റൻസിലെ പ്ലേസും ടൈമും റീസണും കാണിക്കുന്ന ഏതെങ്കിലും ഒരു കറക്റ്റർ ഉണ്ടെങ്കിൽ അത് ഫ്രേസിൽ വന്നിരിക്കണം. പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാല് ടൈമിനെ കാണിക്കുന്നത്. ഓക്കെ, ഇതിനെ കാണിച്ച് ഇതെപ്പോഴും സാധാരണ പ്രസന്റോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെച്ചായിരിക്കും തുടങ്ങുന്നത്. സോ എനി ഡൗട്ട്സ് ജസ്റ്റ് ആസ്ക് മീ. മാം, ആ പാർട്ടിസിപ്പിൾ പറഞ്ഞതില് ടൈമിനെ കാണിക്കുന്നതാണോ? അല്ല, ബിഗിൻസ് വിത്ത് പാസ്റ്റ് ഓർ പ്രസന്റ് യൂഷ്വലി അങ്ങനെ ബിഗിൻസ് വിത്ത് പ്രസന്റ് ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത്ര. Okay. യൂസ്ഡ് as an adjective, കണ്ടോ, യൂസ്ഡ് as an adjective ആ, അങ്ങനെയും കൂടെ ഉണ്ട് പാർട്ടിസിപ്പിൾ ഫ്രേസസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണ് മാം. സോ ഐ ഹോപ്പ് സോ ഇറ്റ് ഈസ് ഓക്കെ ഫോർ യു. എനിത്തിങ് ഇതുണ്ടെങ്കിൽ പറയണം. ഡിസ്ക്രൈബ്സ് ആൻ അഡ്ജക്റ്റീവ് വേണമെന്നില്ല, നൗൺ ആകാം, പ്രൊനൗൺ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, ബട്ട് യൂഷ്വലി ആക്ട്സ് ലൈക്ക് എൻ അഡ്ജക്റ്റീവ്. എന്നാലും ഒരു നൗണിനെ കുറിച്ച് എക്സ്ട്രാ ഒരു ഇൻഫോർമേഷൻ തരും, അത്രേ ഉള്ളൂ. എപ്പോഴും ഓർത്തോണം, യൂഷ്വലി സ്റ്റാർട്ട്സ് വിത്ത് പാർട്ടിസിപ്പിൾ, present or past. So everybody, I hope so each and everything is clear. If you have any doubts, you can ask me right now itself only or anything. It's all okay. So shall we wind up here? Yes ma'am, I think so. Okay, what about others? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ഔട്ട് ചെയ്ത് പോയാൽ, കാരണം പിന്നെ നിങ്ങൾ വെച്ചോണ്ടിരിക്കണം മക്കള്. ഇല്ല മാം, അതിന്റെ ചെയ്യാം. Okay. So bye bye. Good night for today. Okay. So see you in the next class. So bye bye. ഓക്കെ.